മോർണിംഗ് എവ്രി വൺ, വെൽക്കം ടു ഫ്രീഡം ബിസിനസ് നെറ്റ്വർക്ക്. ഇന്ന് നമ്മുടെ സൺഡേ ഉബണ്ടു അവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. കുറച്ചു പേര് ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ, ന്യൂ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്. സോ ദെൻ മാം വിൽ സ്റ്റാർട്ട് ദ സെഷൻ. താങ്ക് യു. Hi, good morning. Okay. Good morning. Good morning. So, നമ്മള് Good morning, ma'am. ഗുഡ് മോർണിംഗ്. എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. സൺഡേ മോർണിംഗ് എന്നിട്ടും യു ആർ റെഡി ടു ഷോ അപ്പ് ഹിയർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്, ബിക്കോസ് നമ്മുടെ ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാംഗോയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തത് കൊണ്ടുള്ള ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ചിലർക്ക് ജോയിൻ ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് ഡിലേ ആയി പോയത്. സ്റ്റിൽ സംബടി കുറേ പേര് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ജോയിൻ ചെയ്തോട്ടെ, നമുക്ക് സെഷനിലേക്ക് കടക്കാം. ടുഡേ സെഷൻ ഈസ് വിൽ ബി ആൻ അമേസിങ്. നല്ലൊരു സബ്ജക്റ്റാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ഈച്ച് ആൻഡ് എവരി വൺ ഇവിടെ വന്നിരിക്കുന്നുള്ള. ഞാൻ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു യു. പുതിയ ഈ പ്ലാറ്റ്ഫോമിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇഫ് യു ആർ കംഫർട്ടബിൾ, ബണ്ട് ഓവർ എല്ലാ സൺഡേസിനും നടക്കുന്ന ഒരു ഫ്രീ പ്രോഗ്രാം ആണ്. ഇപ്പൊ ഇതുവരെ ഫസ്റ്റ് ടൈം ഉബണ്ടുവിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഫസ്റ്റ് ടൈം വരുന്നവര്. യെസ് മാം, ഗുഡ് മോർണിംഗ് മാം. ഞാൻ സുജയാണ്. ഹായ് സുജ. യെസ് മാം. അപ്പൊ ഞാൻ മാമിന്റെ ഇത് കണ്ടപ്പോ ജസ്റ്റ് ജോയിൻ ചെയ്യേണ്ടെന്ന് അറിയില്ല പ്രോഗ്രാം റിഗാർഡിംഗ്. ഓക്കെ, യെസ് മാം. താങ്ക് യു സുജ. അപ്പോ ഇനി ബാക്കി താങ്ക് യു. വെൽക്കം ടു ദിസ് വണ്ടർഫുൾ പ്ലാറ്റ്ഫോം. ഇതൊരു ഭയങ്കര ഇൻസൈറ്റ്ഫുൾ വിസ്ഡം ഷെയറിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എല്ലാ സൺഡേസിലും ബണ്ടു അവർ 8:30 ഇന്ന് ഞാൻ ടൈമിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തി, 8 o'clock ആക്കി. അതിനുശേഷം വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അതും ഒരു ചിലപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന 8:30 ആണെന്ന് വിചാരിക്കുന്നുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. നോർമലി നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ മോർ ദാൻ 35-40 വരുന്നതാണ് ജോയിനിങ്. പക്ഷേ 2 റീസൺസ് ഉണ്ടാവും. ഇത് ടാഗ് മാംഗോ ആയതുകൊണ്ടായിരിക്കാം, ടെക്നിക്കൽ ഒരു ഇഷ്യൂ അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇതിനകത്ത് OTP സംഭവങ്ങളൊക്കെ വരുന്നുണ്ടാവും. ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈം ആയിരിക്കും. എനിവേ, താങ്ക് യു സോ മച്ച്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോവാം. വെൽക്കം ഈച്ച് ആൻഡ് എവരി വൺ ടു മിസ്സിംഗ് ലിങ്ക് ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് റിസൾട്ട്. നമ്മളെല്ലാവരും എഫേർട്ട് ഇടുന്നവരാണ്. സോ ചിലർക്കെങ്കിലും ആ ഒരു എഫേർട്ടിനനുസരിച്ച് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ സംതിങ് ഈസ് മിസ്സിങ് സംവെയർ. അപ്പൊ എവിടെയാണ് ആ മിസ്സിങ്, എന്താണ് ആ മിസ്സിങ് എലമെന്റ് എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇൻഫാക്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തില്, എസ്പെഷ്യലി ആഫ്റ്റർ പാൻഡമിക്, എവ്രി വൺ ready to do something great, doing some great, put effort in a ഒരു നോർമൽ വേയിലല്ല, ശരിക്കും പറഞ്ഞാല് സൂപ്പർ ഡ്യൂപ്പർ എഫേർട്ട് ഇടുന്നവരാണ് കൂടുതലും ആളുകൾ. അങ്ങനെ മെജോറിറ്റിയും അങ്ങനെ ലേസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദേ എക്സോസ്റ്റഡ്. അതായത് അവരുടെ ഈ പല സമയങ്ങളിലും പലരും പറയുന്ന നമുക്കറിയാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടു മച്ച് തിങ്, റിച്വൽസ്, ടെക്നിക്സ്, മെത്തേഡ്സ്, മെത്തഡോളജീസ് ആൻഡ് സെഷൻസ്, മോട്ടിവേഷൻസ്, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ റിസൾട്ട് ഔട്ട്കം ആ രീതിയിലേക്ക് വരുന്നില്ല. അതാണ് ഇതിനകത്ത് ഒരു സൈക്കോളജി ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ എഫേർട്ട് ഫെയിൽസ് വെൻ മെന്റൽ ലോഡ് വേഴ്സസ് ഇമോഷണൽ കപ്പാസിറ്റി. നമ്മൾക്ക് എല്ലാവരുടെയും ഒരു ഇമോഷണൽ കപ്പാസിറ്റി ഉണ്ട്. അതും നമ്മളുടെ മെന്റൽ ലോഡ്, chaos and noise is inside, too much bombarded with too much information, knowledge and affirmations. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറി പോകുന്നുണ്ട്. ഒരു ദിവസം തന്നെ എന്തോരം കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക്
ആ ഒരു നമ്മുടെ ഇമോഷണൽ കപ്പാസിറ്റിക്ക്, ഓരോ വ്യക്തികളുടെയും ഇമോഷണൽ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇമോഷണൽ കപ്പാസിറ്റി മേജർ സ്കിൽ. നമ്മുടെ രണ്ട് സ്കില്ലാണ് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടത്. ആ രണ്ട് സ്കിൽ ഏതാണെന്ന് ഞാൻ ഉടനെ പറയുന്നുണ്ടാവും. ബി ക്യൂരിയസ്. അപ്പൊ 2 സ്കിൽസ് ആണ് നമുക്ക് വേണ്ടത്. അതിൽ മെജോറിറ്റി വരുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഈ പറഞ്ഞ ഈ മെന്റൽ ലോഡും ഇമോഷണൽ കപ്പാസിറ്റി ഒക്കെ വരുന്നത്. ഇത് രണ്ടും മാച്ച് ആകാതെ വരും. അവിടെ നമ്മളുടെ മെന്റൽ ലോഡിന് അനുസരിച്ചുള്ള ഇമോഷണൽ കപ്പാസിറ്റി മാച്ച് ആകാതെ വരുന്നത് ഒരു റീസൺ ആണ്. ദിസ് ഈസ് സംതിങ് പ്യോർ സൈക്കോളജി. ആൻഡ് ട്രൈയിങ് ഹാർഡർ വിത്തൗട്ട് ഇന്നർ അലൈൻമെന്റ്. അത് നമ്മളിപ്പോ ഇന്റേണലി അലൈൻഡ് ആകാതെ എക്സ്റ്റേണലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ഇതൊരു കൊഗ്നിറ്റീവ് ഫെറ്റീഗ് ഉണ്ടാക്കും. അതായത് നമുക്കൊരു ക്ഷീണം. കൊഗ്നിറ്റീവ് ഫെറ്റീഗ് എന്ന് പറയുന്നത് തോട്ട്സ് ലെവലിലുള്ള ഒരു ഫെറ്റീഗ് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് റൈറ്റ് തോട്ട്സ് ചൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നമ്മുടെ വേർഡ്സിലും ആക്ഷനിലും നമ്മുടെ എന്താ പറയുക ഗോൾ അച്ചീവ് ചെയ്യുന്നതിലും ഒക്കെ കാരണമാവും. അപ്പൊ ഈ കാരണങ്ങൾ സൈക്കോളജിക്കലി പറയുമ്പോൾ തന്നെ there are a lot of things we have to know and remember. കോഗ്നിറ്റീവ് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടാണ് സൈക്കോളജിയിൽ പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് വർക്കിംഗ് മെമ്മറിയാണ്. ഒരുപാട് കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് എടുക്കാം, പക്ഷേ കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ when the mind is cluttered with the fear, guilt, pressure, ഭയം, ഫിയർ, പ്രഷർ, ആങ്സൈറ്റി, സ്ട്രെസ്, അതുപോലെ എൻവി, ഗിൽട്ട്, ബ്ലെയിം, ജലസ്, റിഗ്രഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് മനസ്സിൽ കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ പെർഫോമൻസ് ഡ്രോപ്സ്. ഇവിടെയാണ് ലിമിറ്റഡ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ഈ മൈൻഡ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയറും എടുക്കാം. ബ്രെയിൻ എന്ന് പറയുന്ന ഹാർഡ്വെയർ ആണ്, മൈൻഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഈ ഏരിയയിൽ ഇത്രയും സാധനങ്ങൾ വന്ന് കൂടിക്കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വർക്കിംഗ് മെമ്മറി കുറവായിരിക്കും. അപ്പൊ അവര് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, പക്ഷെ ഇൻസൈഡില് ഇങ്ങനത്തെ സാധനങ്ങളാണ് കിടക്കുന്നത്. അപ്പൊ എനർജി എവിടേക്ക് പോകും? നമുക്ക് വീണ്ടും ടയർഡ് ആവും, ഫെറ്റീഗ് ആവും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ലേസിനെസ് ആണ്. ലേസിനെസ് അല്ല, they are working but not get result. അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന അപ്പൊ മോർ എഫേർട്ട് ഈസ് നോട്ട് ഈക്വൽ ടു മോർ ഔട്ട്പുട്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഒരുപാട് എഫേർട്ട് കിട്ടിയാൽ ഒരുപാട് റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരുപാട് എഫേർട്ട് ഇട്ടാൽ റൈറ്റ് എഫേർട്ട് ഈസ് ഈക്വൽ ടു ഗുഡ് ഔട്ട്കം, പെർഫെക്റ്റ് ഔട്ട്കം. റൈറ്റ് ആക്ഷൻ, റൈറ്റ് വർക്ക്. ഒരുപാട് എഫേർട്ട് എന്നുള്ള വേർഡാണ് നമ്മൾ അവിടെ ഉപയോഗിക്കാറ്. റൈറ്റ് എഫേർട്ട് ഈസ് ഈക്വൽ ടു മോർ ഔട്ട്പുട്ട്. നോട്ട് മോർ എഫേർട്ട് ഈസ് ഈക്വൽ ടു മോർ ഔട്ട്പുട്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. റൈറ്റ് എഫേർട്ട്. ഈ സ്മാർട്ട് വർക്ക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, അതിന്റെ കാലം ഒക്കെ കഴിഞ്ഞു. റൈറ്റ് എഫേർട്ട് നമുക്ക് വേണ്ടതിൽ. ഇപ്പൊ 80-20 പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാരറ്റോ പ്രിൻസിപ്പിൾ പറയുന്നത് 80% കാര്യം സക്സസ് നടക്കുന്ന 20% എഫേർട്ടിലാണ്. ആ 20% എന്താണ്? ആ 20% നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടെ 80% ഇൻപുട്ട് ഇടുന്ന ആൾക്കാരാണ് റൈറ്റ് എഫേർട്ട് എന്നവര്. ലേറ്റസ്റ്റ് ആ ഒരു തിയറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടം വർക്ക് ചെയ്യുന്ന ആ തിയറി 80-20 പ്രിൻസിപ്പിൾ, പാരറ്റോ പ്രിൻസിപ്പിൾ. ആ പാരറ്റോ പ്രിൻസിപ്പിളിൽ 80% റിസൾട്ട് കിട്ടുന്ന 20% ആക്ഷൻ. ആ 20% നമ്മൾ മാറ്റി വെച്ചിട്ട് അവിടെ നമ്മൾ 80% നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നവരാണ് കറക്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ കറക്റ്റ് ഔട്ട്കം ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ ഒരു മോർ എഫേർട്ട് ഈസ് ഈക്വൽ ടു മോർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ആ ഒരു റെഫറൻസ് ആണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. നമ്മൾ വിചാരിക്കും ഓടിച്ചാടി കാര്യങ്ങൾ നടത്താം. ഒത്തിരി പേർക്കും അപ്പൊ ഈ തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത് ആദ്യം നമുക്ക് റൈറ്റ് ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ പറയില്ലേ, കേട്ട ഉടനെ ഇറങ്ങി തിരിഞ്ഞങ്ങനെ അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യും. നോ, ക്ലാരിറ്റി ഈസ് ദ കീ.
എന്ത്, എപ്പോ, എങ്ങനെ, എവിടെ. ആ ആ ഒരു ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ 100% ക്ലാരിറ്റി വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് തിങ്ക്, കോഗ്നിറ്റീവ് വർക്ക് നമ്മൾ നടത്തണം. ദെൻ ഗോ സ്ലോ. ആ സ്ലോ എന്ന് പറയുന്നത് പതുക്കെ ചെയ്യാന്നുള്ളതല്ല, പ്രോപ്പർ ഇന്നർ അലൈൻമെന്റ്. ഇങ്ങനെ വരുമ്പോഴാണ് 100% റിസൾട്ട് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഇസ് നോട്ട് ടെക്നിക്കൽ, അങ്ങനെ ടെക്നിക്കൽ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ഹൗ ഡു യു ഫീൽ? ഇത് കേട്ടപ്പോൾ ടു ടെക്നിക്കൽ ആണെന്ന് തോന്നുന്നു, ഓർ സംതിങ് ക്യൂരിയസ്? നിങ്ങൾക്ക് മൈൻഡിൽ വരുന്ന ഫീലിംഗ് എന്നിട്ട് എല്ലാവരും പറയും ഹാർഡ് വർക്ക് ചെയ്യാൻ, ഓടിച്ചാടി വർക്ക് ചെയ്യാൻ പറയും. ഇത് നേരെ ഓപ്പോസിറ്റ്. ചില കാര്യങ്ങൾ നമ്മൾ വർക്ക്. യെസ്, ക്യൂരിയസ്. താങ്ക് യു രാഖി. യെസ് സുജ. യെസ്, സി നമ്മൾ താങ്ക് യു സോ മച്ച്. സി നമ്മള് ഈ 3 or 4% ആളുകൾ എങ്ങനെ സക്സസ് ആവുന്നു, അതിന്റെ സീക്രട്സ് ആണ് ഞാൻ ഓരോ ആഴ്ചയും ഉബണ്ടുവിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളുടെ കമ്മ്യൂണിറ്റി ആ 3%ലേക്ക് റീച്ച് ചെയ്യണം. ദാറ്റ്സ് മൈ വിഷൻ. അതുകൊണ്ടാണ് ഈ സീക്രട്സ് ഒക്കെ ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. സോ സി ദെൻ നമ്മുടെ സിസ്റ്റം, ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സിസ്റ്റം ഉണ്ട്. ഒരു ബിസിനസ്സിലൊരു സിസ്റ്റം ഉള്ള പോലെ, സിസ്റ്റം വർക്ക് പീപ്പിൾ ഫെയിൽ എന്ന് പറയില്ലേ, അതേപോലെ ഒരു സ്കൂളിനൊരു സിസ്റ്റം ഉള്ളതുപോലെ, ഒരു ആരാധനാലയത്തിനൊരു സിസ്റ്റം ഉള്ളതുപോലെ, ഹ്യൂമൻ ബീയിങ്ങിനൊരു സിസ്റ്റം ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ആണ്. ആ സിസ്റ്റം ഇമോഷണലും ആണ്. റൺ മോസ്റ്റ് ഓഫ് ലൈഫ്. നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ആ സിസ്റ്റത്തില് 2 രീതിയാണ്. ഇപ്പോൾ എഫേർട്ട് ഇടുന്ന ഒരാൾക്ക് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ഒന്ന് എഫേർട്ട്ഫുൾ തിങ്കിങ് ആണ്. എഫേർട്ട്ഫുൾ തിങ്കിങ്, അതായത് ഞാനിപ്പോൾ എനിക്കത് വർക്ക് ചെയ്യണം, ഈ ഗോൾ സെറ്റ് ചെയ്യണം, ഈ ഗോൾ സെറ്റ് ചെയ്ത് ഗോൾ അച്ചീവ് ചെയ്യണം. അവിടെ ഒരു എഫേർട്ട്ഫുൾ തിങ്കിങ് അവിടെ വരുന്നുണ്ട്. നമ്മുടെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഇമോഷണലി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നിടത്ത്, നോർമലി വർക്ക് ചെയ്യുന്നിടത്ത്, നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചു നിൽക്കുക. ആ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചു. ആ ഗോളിലേക്ക് റീച്ച്. ഈ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? നമ്മുടെയൊക്കെ ലൈഫിൽ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? അൾട്ടിമേറ്റ് ഗോൾ, എല്ലാവർക്കും ഓരോ അൾട്ടിമേറ്റ് ഗോൾ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ ആളുകളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? അൾട്ടിമേറ്റ് നമുക്ക് വേണ്ട എന്താണ്? ഏതാ? പീസ് ഓഫ് മൈൻഡ് ആണോ? ഹാപ്പിനെസ്, പീസ് ഓഫ് മൈൻഡ്, ഫ്രീഡം എന്നൊക്കെ പറയാം. അൾട്ടിമേറ്റ്ലി അതാണ് വേണ്ടത്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വെഹിക്കിൾ ഗോളാണ്. വെഹിക്കിൾ ഗോൾ അവിടേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. മണി ഒരു വെഹിക്കിൾ ഗോളാണ്, കാർ ഒരു വെഹിക്കിൾ ഗോളാണ്, വീട്, നല്ല റിലേഷൻഷിപ്പ്, നല്ല സിസ്റ്റം, നല്ല ബിസിനസ്, അല്ലെങ്കിൽ നല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എവറിത്തിങ് നമ്മുടെ വെഹിക്കിൾ ഗോളാണ്. ടു റീച്ച് അവർ പ്രൈമറി ഗോൾ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നമുക്ക് എല്ലാവർക്കും വേണ്ട അൾട്ടിമേറ്റ് ഗോളിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കുന്ന പ്രൈമറി ഗോളിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കുന്ന വെഹിക്കിൾ ഗോളാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം. ഈ വെഹിക്കിൾ ഗോള് എടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഫേർട്ട് എടുക്കേണ്ടി വരുന്നത്. അപ്പൊ നോർമലി നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതായത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ഹ്യൂമൻ ബീങ്ങിനുള്ളത്. ഇമോഷണലി റൺ ചെയ്യുന്നതാണ്. ഈ ട്രൂ അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ എഫേർട്ട് തിങ്കിങ് ഇടുന്നത്. അതിന്റെ ഒരു റിസൾട്ട് അത് നമ്മൾ ബേൺ ഔട്ട് ആവും. എഫേർട്ട്, എനിക്കെത്താൻ പറ്റില്ലല്ലോ, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലല്ലോ, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൾ അച്ചീവ് ചെയ്തല്ലോ, അത് കാണുമ്പോൾ വീണ്ടും എഫേർട്ട് ഇടും. ഇത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ ഇതേ സമയം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ സയൻസ് പറയുന്നത് നമുക്ക് എല്ലാവരും സർവൈവൽ മോഡിൽ ആണ്. അതായത് എല്ലാ വ്യക്തികളിലും ഒരു ഓട്ടോമാറ്റിക് ആൻഡ് ഇമോഷണൽ മോഡാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇമോഷണൽ മോഡിലേക്ക് എത്തുമ്പോൾ എപ്പോഴും ഇമോഷൻസ് വരും. ഈച്ച് ആൻഡ് എവറി തോട്ട് ക്രിയേറ്റ് ആൻ ഇമോഷൻ. ഏത് തോട്ടും ഇമോഷനും ഫീലിംഗും ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്ന, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ബ്രെയിനിലും മൈൻഡിലും ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ഇപ്പോ ബ്ലെയിമും, ഷെയിം, ആങ്സൈറ്റി, ഫിയർ, സ്ട്രെസ്, റിഗ്രഷൻ, അതുപോലെ തന്നെ ആങ്കർ, ഇങ്ങനത്തെ ഇമോഷൻസ് ആണെങ്കിൽ
അങ്ങനത്തെ ഇമോഷൻസ് ഓവർലോഡ് ആയിരിക്കുന്ന ആ ഇമോഷൻസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തോട്ട്സ് ഓഫ് കോഴ്സ് നെഗറ്റീവ് ആയിരിക്കും. ആ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഓർ ഫ്രീസ്. 3 സ്റ്റേജിലാകും. ഒന്നിന് നമ്മൾ സിറ്റുവേഷനായിട്ട് ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷന് വേണ്ടാന്ന് നോക്കും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വയ്യാതെ നിൽക്കും. ഇത് 3ഉം ആണ് ഈ സർവൈവൽ മോഡിൽ വരുന്നത്. ഈ തോട്ട്സ് വരുമ്പോൾ നമ്മൾ സർവൈവൽ മോഡിലാണ്. പക്ഷെ നമുക്ക് വേണ്ട ഗ്രോത്ത് മോഡാണ്. ഗ്രോത്ത് മോഡ് നടക്കണമെങ്കിൽ ഈ സംവിധാനങ്ങൾ, ഈ സിസ്റ്റം എല്ലാം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അവിടെ ഫൈറ്റ് വരരുത്, ഫ്ലൈറ്റ് വരരുത്, ഫ്രീസ് വരരുത്. ഇതിന്റെ 3 നമ്മൾ ടയർഡ് ആവും. നമുക്ക് പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് റിസൾട്ട് ഇല്ല. അപ്പൊ ഗ്രോത്ത് മോഡ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളില്, അതായത് ഈ ഒരു തോട്ട്സ് വരുമ്പോൾ ബ്രെയിനിന്റെ ഡ്യൂട്ടി എന്താണ്? അവിടെ അഡ്രിനാലിനും അതുപോലെ പിന്നെ കോർട്ടിസോളും പ്രൊഡ്യൂസ് ചെയ്യുമ്പം അത് നമ്മളെ ബോഡീനെ എഫക്ട് ചെയ്യും. ബോഡി ഈ റിയാക്ഷൻസ് എടുക്കും, ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ് എടുക്കും. അതിന്റെ ഔട്ട്കം നമ്മൾ ചിലപ്പോൾ ആങ്കർ ആവും, ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ്ലെസ് ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നു. ഇത് ഇപ്പൊ ബ്രെയിൻ ഹാർഡ്വെയർ അതിന്റെ വർക്ക് ചെയ്യും. ഗ്രോത്ത് മോഡിൽ വരുമ്പോൾ അവിടെ ഗ്രോത്ത് മോഡ് എന്ന് പറയുന്നത് ഈ ആങ്സൈറ്റിക്ക് പകരം കാം, ക്രിയേറ്റീവ്, റിസപ്റ്റീവ് ആണ് ഗ്രോത്ത് മോഡ്. ആ ഗ്രോത്ത് മോഡലിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഇന്റേണലി ഷിഫ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. എന്നാലാണ് നമുക്ക് സർവൈവൽ മോഡിനെ ബീറ്റ് ചെയ്ത് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി നമുക്ക് ക്രിയേറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക. ഗ്രോത്ത് മോഡ് ഓൺ ചെയ്യണം. സർവൈവൽ മോഡിൽ നിന്ന് ഗ്രോത്ത് മോഡിലേക്ക് ഓൺ ചെയ്യണം. അപ്പം നമ്മളെ സർവൈവൽ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബ്രെയിൻ എപ്പോഴും നമ്മുടെ സേഫ്റ്റിയാണ് നോക്കുന്നത്. സേഫ്റ്റി മാസ്റ്ററാണ്, നമ്മുടെ വാച്ചർ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ടർ, കെയർ ടേക്കർ എന്നൊക്കെ ബ്രെയിനെ പറയാം. പെയിൻ പ്ലഷർ പ്രിൻസിപ്പിൾ ഒക്കെ അതുകൊണ്ടാണ് വരുന്നത്. ബ്രെയിനിന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നോട്ട് അച്ചീവിങ് എനി ഗോൾ. ബ്രെയിൻ ഒരിക്കലും നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യുക, അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യും, ബ്രെയിൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്തില്ല. ബ്രെയിനിന്റെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ്, നോട്ട് സക്സസ്. ഒരിക്കലും സക്സസ് അല്ല. നമ്മൾ എപ്പോഴും വിചാരിക്കും സക്സസ് ഉണ്ടാക്കാൻ ബ്രെയിൻ വിചാരിച്ചാൽ ബ്രെയിൻ പവർ കൂട്ടിയാൽ മതി. ഇല്ല, സക്സസ് എന്ന് പറയുന്നത്, ബ്രെയിനിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. ഒരിക്കലും ബ്രെയിൻ നമ്മളെ സക്സസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ബ്രെയിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണ്ട. സോ ബ്രെയിൻ ഒരിക്കലും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രെയിനിന് വേണ്ട ഇമോഷൻസ്, ബ്രെയിനിന് വേണ്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ബ്രെയിനിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതാണ്. അപ്പൊ ഇവിടെ ഈ സക്സസിന് ബ്രെയിൻ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ലേണിംഗ് ഡിഫിക്കൽട്ട് ആവുന്നത്, ഫോക്കസ് ഡിഫിക്കൽട്ട് ആവുന്നത്, മാനിഫെസ്റ്റേഷൻ ഷട്ട് ഡൗൺ ആവുന്നത്. ദ ബോഡി കീപ്സ് ദ സ്കോർ എന്ന് പറയുന്നിട്ട് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണിത് ഞാനിപ്പോൾ പറഞ്ഞത്. ഇന്നർ കാം, ബ്രെയിനിനകത്ത് കാം, ക്രിയേറ്റീവ്, റിസപ്റ്റീവ് മോഡിലേക്ക് കൊണ്ടുവരാതെ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഈ ടയർഡ്നെസ് ഇല്ലാതെ അല്ലെങ്കിൽ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയുടെ കുറച്ച് ഇൻസൈറ്റ്സ് ആണ്. ഇപ്പോൾ ഞാൻ PhD ചെയ്ത പോസിറ്റീവ് സൈക്കോളജിയാണെന്ന് ഞാൻ പറഞ്ഞു. മോസ്റ്റ് പീപ്പിൾ വർക്ക് ഹാർഡർ എവറി ഇയർ, അല്ലേ? എല്ലാ വർഷവും അവർ വർക്ക് ചെയ്യും. ദെൻ ടയർഡ് ആവും, കുറച്ച് കഴിയുമ്പോൾ സ്റ്റക്ക് ആവും, വീണ്ടും അവർ വിചാരിക്കും എൻ്റെ മടി കൊണ്ടാണ്, ഞാൻ ഇങ്ങനെ ചെയ്തോളൂ, ഞാൻ സെൽഫ് ബ്ലെയിമിങ്, സെൽഫ് പിറ്റി, സെൽഫ് ഹാമിങ് തോട്ട്സ് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇത് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതിന്റെ കീ പോയിന്റ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, എല്ലാ ആൾക്കാരും റെസൊല്യൂഷൻ എടുക്കുന്നതിനും ഗോൾ സെറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഇതാണ്. അവരെല്ലാം ആയിരിക്കും എന്റെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത്, റിസൾട്ട് കിട്ടാത്തത്, ഞാൻ ക്വിറ്റ് ചെയ്തത് കൊണ്ടാണ്, ഞാനത് കറക്റ്റ് ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ട്. ഇത് അല്ല യഥാർത്ഥ പ്രശ്നം. അങ്ങനെ ഉള്ളത് ഉണ്ടില്ല എന്നല്ല. യഥാർത്ഥ പ്രശ്നം ഹാർഡ് വർക്ക് ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഔട്ട്കം. ഹാർഡ് വർക്ക് അല്ല റൈറ്റ് ഔട്ട്കം തരുന്നത്. ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഔട്ട്കം. എഫർട്ട് വിത്തൗട്ട് അലൈൻമെന്റ് ക്രിയേറ്റ് എക്സോഷൻ. ഇന്നർ അലൈൻമെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നേരത്തെ പറഞ്ഞ കാംനെസ്, ആ സിസ്റ്റം ഗ്രോത്ത് മോഡിൽ ആ സിസ്റ്റം കാംനെസ്സിലും അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റിയിലും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ആയിട്ട് ഇന്നർ സിസ്റ്റം അലൈൻമെന്റ് വരണം. എന്നാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സോസ്റ്റഡ് ആകത്തില്ല. ഈ ഓൾഡ് സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്താ പറയുക? വർക്ക് ഹാർഡ്, നന്നായിട്ട് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് നമ്മളൊരു ട്രൂത്ത്, ഒരു ലിവിങ് ട്രൂത്ത് ആയിട്ട് മൈൻഡിൽ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്.
സാക്രിഫൈസ് മോർ, ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണം. പുഷ് ത്രൂ പെയിൻ, പെയിനിലൂടെ കടന്നു വരണം. ഇതെല്ലാം ഓൾഡ് സ്കൂളാണ്. ബട്ട് സ്റ്റിൽ എല്ലാം റോങ് ആണെന്ന് ഞാൻ പറയില്ല. ഡെയിലി ഹാപ്പിനെസ്, സോറി, നമുക്ക് ഹാപ്പിനെസ് വേണമെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടൂല, കുറേ വൈകിട്ടേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ കുറെ ക്ഷമിച്ചാലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതൊക്കെയല്ലേ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് സാർ. നമ്മുടെ ബിലീഫിൽ കിടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഹാർഡ് വർക്ക് ചെയ്താലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതേ ഇന്നർ അലൈൻമെന്റിലേക്കൊന്നും ഗ്രോത്ത് മോഡിലേക്കൊന്നും നമ്മൾ നോക്കൂല. നമ്മൾ എന്ത് ചെയ്യും, ഹാർഡ് വർക്ക് ഇതാണ് നമ്മുടെ വിശ്വാസത്തിൽ കിടക്കുകയാണ്. സാക്രിഫൈസ് ചെയ്യണം, കുറെ കഷ്ടപ്പെടണം, കുറെ ഉറക്കം കളയണം, കുറെ കാര്യങ്ങൾ നമുക്ക് ടൈം ഇതിനു വേണ്ടി എഫേർട്ട് ഇടണം. പക്ഷേ എന്തുകൊണ്ട് ഈ മോഡൽ ഇന്ന് ഫെയിലാണ്? ഈ ഗോൾഡ് സ്കൂളിലെ ഈ മോഡൽ ഇന്ന് ഫെയിൽ ആവുന്ന എന്താണെന്നറിയാമോ? ഇത് ഈ ഒരു തോട്ട് വന്ന ഇൻഡസ്ട്രിയൽ ഏജിലാണ്. അന്ന് നമ്മൾ ആൾക്കാർ ആദ്യം, അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചോളം അഗ്രികൾച്ചറാണ് മെയിൻ ജീവിത ഉപാധി. അപ്പൊ അവിടെ രാവിലെ എഴുന്നേറ്റ് ആളുകൾ പണിക്ക് പോയേ പറ്റൂ. കർഷകൻ മമ്മട്ടിയെ എടുത്ത് കൃഷി ചെയ്യാൻ പോകണം. അപ്പൊ ഹാർഡ് വർക്ക് അവിടെ അത്യാവശ്യമാണ്. ഇൻഡസ്ട്രിയൽ ഏജ് ആയപ്പോൾ പിന്നെ അത് അഗ്രികൾച്ചർ ഏജ് ഇൻഡസ്ട്രിയൽ ഏജ് ആയപ്പോൾ അവിടെയും ഹാർഡ് വർക്ക് ഉണ്ട്. അവിടെ അവര് ഹ്യൂമൻ നെർവ് സിസ്റ്റത്തിനെ, ബ്രെയിനിനെയും ക്രിയേറ്റിവിറ്റിയും അല്ല, എത്രത്തോളം നിങ്ങൾക്ക് എഫേർട്ട് ഉണ്ടാവും. ഒരു ദിവസം 12 മണി, രാവിലെ 8 മണി, വൈകുന്നേരം 6 മണി വരെ വർക്ക് ചെയ്യണമെങ്കിൽ അത്രയും കൂലി. 2 മണിക്കൂർ ഓവർ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പൈസ. ഹാർഡ് വർക്ക് ഈസിക്കൽ ടു കൂടുതൽ മണി, കൂടുതൽ ഔട്ട്കം. അത് ഇൻഡസ്ട്രിയൽ ഏജിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. റിവാർഡ് എന്ന് പറയുന്ന അതായത് നമ്മളുടെ റിവാർഡ് എന്ന് പറയുന്നത് എത്ര കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, അതാണ് റിവാർഡ്. നമ്മൾ ആ കാലഘട്ടത്തിൽ വെൽബീയിങ് ഇഗ്നോർ ചെയ്തിരുന്നു. ഇന്നത്തെ പോലെ വെൽനെസ് കോൺസെപ്റ്റ് അന്നുണ്ടോ? ഇല്ല. വെൽബീയിങ് ഇഗ്നോർ ചെയ്തിരുന്നു. ആർക്കും ഒരു സന്തോഷം, ഹാപ്പിനെസിനെ കുറിച്ച് അന്വേഷിക്കത്തില്ല. കഷ്ടപ്പെടുന്നു, കാശുണ്ടാക്കുന്നു. അവരുടെ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ അവരുടെ കൈ കിട്ടുന്ന മണിയാണ്, അല്ലെങ്കിൽ റിവാർഡാണ്. അങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആ കാലത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അവർ ബേൺ ഔട്ട് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ആങ്സൈറ്റി ഇതൊന്നും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. കാരണം ഇതൊക്കെ അതിന്റെ പാർട്ടാണെന്ന് അവർ വിശ്വസിച്ചു, അവരത് ബിലീവ് ചെയ്തു. പോസിറ്റീവ് സൈക്കോളജി പറയുന്നത് സക്സസ് ഡസ് നോട്ട് ക്രിയേറ്റ് ഹാപ്പിനെസ്. ഇന്നത്തെ കാലത്തിലെ ആളുകൾ എന്താ പറയുന്നത്? ഹാപ്പിനെസ് ഫ്യൂൾ സക്സസ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കുകയാണെങ്കിൽ സക്സസ് ആവും. പണ്ടുള്ളവരെന്താ പറഞ്ഞത്? ഇൻഡസ്ട്രിയൽ ഏജിൽ പറഞ്ഞത്, നിങ്ങൾക്ക് സന്തോഷം വേണോ, ഹാപ്പിനെസ് വേണോ, നിങ്ങൾ സക്സസ് ആകണം. വിജയിച്ചാൽ നിങ്ങൾ സന്തോഷമായിരിക്കും. പക്ഷെ ഇന്ന് പറയുന്നത് സന്തോഷമായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. ഇതാണ് ഫോർമുല. ഈ കാലഘട്ടം ചേഞ്ച് ചെയ്തു. ഇന്ന് നിങ്ങൾ സന്തോഷമായിരിക്കുകയാണെങ്കിൽ യു ക്യാൻ ഏൺ വാട്ട് എവർ യു വോണ്ട് ടു ഏൺ. അതാണ് കീ എന്ന് പറയുന്നത്. ജോയ്, ഹാപ്പിനെസ് ഈസ് ദ കീ, അല്ലെ ജോയ് ആണ് കീ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇമോഷൻസ്, ഇവിടെ ഇമോഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിസ്റ്റത്തിന് ആ സിസ്റ്റം ഇമോഷണലി ആണ്, ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഇമോഷൻ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത ന്യൂ സ്കൂൾ പറയുന്നത്, പോസിറ്റീവ് സൈക്കോളജി പറയുന്നത്, ഹാപ്പി ആയിരിക്കുകയാണെങ്കിൽ സക്സസ് വേഗം എത്തും. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന സിസ്റ്റം എല്ലാം പറയുന്നത് എന്താണ്? മോട്ടിവേറ്റഡ് ആയിരിക്കാൻ വേണ്ടി അഫർമേഷൻ ചെയ്യൂ, നിങ്ങൾ ഹാപ്പി ആയിരിക്കാൻ, വിഷ്വലൈസ് ചെയ്യൂ, ഹാപ്പി ആയിരിക്കാൻ, മെഡിറ്റേഷൻ ചെയ്യൂ, സ്ട്രെസ് കുറയ്ക്കാൻ, അതുപോലെ വിഷൻ ബോർഡ് വർക്ക് ചെയ്യൂ, ഹാപ്പി ആയിരിക്കാൻ. ഇതെല്ലാം ബേസിക് എന്ന് പറയുന്നത്, കീ സീക്രട്ട് എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈസ് ദ ഫ്യൂവൽ ടു സക്സസ്. ഹാപ്പിനെസ് ഈസ് ദ ഫ്യൂവൽ. ഇതാണ് ന്യൂ സ്കൂൾ പറയുന്നത്. സയൻസ് എന്ന് പറയുന്നത് നോക്കാം. വൈ ഹാർഡ് വർക്ക് അലോൺ ഫെയിൽ. സയന്റിഫിക്കലി നമ്മൾ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുമ്പോഴാണല്ലോ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ഒരു വിശ്വാസം തോന്നുന്നത്. നമ്മൾ സ്ട്രെസ് വരുമ്പോൾ പെർഫോമൻസ് ഷ്രിങ്കൺ ചെയ്യും. സ്ട്രെസ് ഷ്രിങ്ക്സ് പെർഫോമൻസ്. ക്രോണിക് സ്ട്രെസ് ഉള്ളവർക്ക് ക്രിയേറ്റിവിറ്റി കുറയും, മെമ്മറി കുറയും, ഡിസിഷൻ മേക്കിംഗ് പവർ കുറയും. അപ്പോ എ സ്ട്രെസ്ഡ് ബ്രെയിൻ വർക്ക്സ് ഹാർഡർ ബട്ട് പെർഫോമൻസ് വേർഡ്സ്. സ്ട്രെസ് ചെയ്തിട്ടുള്ളൊരു ബ്രെയിനിന് കഷ്ടപ്പെടാൻ തയ്യാറാണ്, പക്ഷെ പെർഫോമൻസ് പോറായിരിക്കും. പെർഫോമൻസ് പക്ക ആയിരിക്കത്തില്ല, ആക്യുറേറ്റ് ആയിരിക്കത്തില്ല, വേണ്ടതായിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക, ഫിനിഷപ്പ്. അതാണ് ഒരു റീസൺ. അപ്പോൾ ക്രോണിക് സ്ട്രെസ് കൂടും. അതുകൊണ്ട് നമ്മുടെ പെർഫോമൻസ് ഷ്രിങ്കൺ ചെയ്യും സയന്റിഫിക്കലി. ഈ ഇമോഷൻ, ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ സിസ്റ്റം അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ, ഗ്രോത്ത് മോഡിലേക്ക് വന്നില്ലെങ്കിൽ. 2, വിൽ പവർ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിരിക്കും. അതായത് നമ്മൾ ഹാർഡ് വർക്ക് എപ്പോഴും ഫോഴ്സിലാണ് റിലേ ചെയ്യുന്നത്. ഹാർഡ് വർക്ക് അല്ലേ? ഹാർഡ് വർക്കിന് നമ്മൾ ഫോഴ്സ് ഇടണ്ടേ?
ഹാർഡ് വർക്ക് ചെയ്ത് പറ്റും. അതിനകത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും അത് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഇറ്റ് സെൽഫ് അതൊരു ഫോഴ്സ് വർക്കാണ്. നമ്മുടെ ഉള്ളില് ഫോഴ്സ് നമുക്ക് നമ്മുടെ എനർജി റൺസ് ഔട്ട് ചെയ്യും. ഫോഴ്സ് ചെയ്യുന്ന ഏത് കാര്യവും അതായത് സസ്റ്റൈനബിൾ സക്സസ് വേണമെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ വേണം. ഉള്ളിൽ നിന്ന് നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ വേണം. അത് തന്നെയാണ് സയൻസ് പറയുന്നത്. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കയറാം. നമുക്ക് ഒരു റോങ് ലാഡറിൽ ഫാസ്റ്റ് ആയിട്ട് കയറി പോവാം. പക്ഷേ എഫേർട്ട് വിത്തൗട്ട് മീനിങ് എന്ന് പറയുന്നത് സൈലന്റ് സഫറിങ് ആണ്. എന്തൊക്കെയോ ചെയ്ത് കൂട്ടാം, പക്ഷേ ഇയർ എൻഡിൽ നമ്മളുടെ അക്കൗണ്ടബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയോ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. ഒരുപാട് മോട്ടിവേഷന്റെ പുറകെ പോകുന്നവർക്ക് പറ്റുന്നൊരു ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. എൻ്റെ അടുത്ത് എത്രയോ പേര് പറയുന്നുണ്ട്, അഫർമേഷൻ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഡെയിലി എഴുതുന്നുണ്ട്, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ എനിക്ക് ഒരുപാടൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഫേക്ക് കോൺഫിഡൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അതും ഒരു പ്രശ്നമാണ്. ആളുകൾക്ക് ജീവിക്കാൻ വേണ്ട, സക്സസ് ആകാൻ വേണ്ട സ്കില്ലില് 20% മാത്രം മതി ടെക്നിക്കൽ സ്കിൽ. ഫോർ ഗെറ്റിംഗ് സക്സസ് 20% മതി ടെക്നിക്കൽ സ്കിൽ. 80% വേണ്ടത് മാനേജിങ് സ്കില്ലാണ് വേണ്ടത്. 80% മാനേജിങ് സ്കില്ല് വേണം. അതില് മാനേജ് യുവർ ഇമോഷൻ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് വേണം. 2 ഡിസിഷൻ മേക്കിംഗ്, റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള സ്കിൽ. ഈ 2 സ്കില്ലിലാണ് 80% നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. 80% സക്സസ് ഇരിക്കുന്നത്. മാം, ഇമോഷണൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്കില്ല്. ഈ 2 സ്കില്ല് ഇനി നമ്മളെ ലൈഫിൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കണം. ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ റൈറ്റ് അല്ലേ? ഇതിനെ ലിങ്ക് ചെയ്യണം, കണക്ട് ചെയ്യണം. ആ ഇക്വേഷൻ കുറച്ച് ഹാർഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് റെക്കോർഡ് കിട്ടുമ്പോൾ ഒന്നുകൂടെ കേട്ടാൽ മതി. നമ്മളെ ഒരു മീനിങ് റിസൾട്ട് കിട്ടാൻ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രോത്ത് മോഡിൽ, സർവൈവൽ മോഡിൽ നിന്ന് ഗ്രോത്ത് മോഡിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. സർവൈവൽ മോഡിൽ നിന്ന് നോർമലി സർവൈവൽ മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻ ലോ ആയിരിക്കും. ഈ സർവൈവൽ മോഡിൽ വരുന്ന എപ്പോഴും നമ്മുടെ ഇമോഷനിൽ കിടക്കുമ്പോഴാണ് സർവൈവൽ മോഡ്. നമ്മളെ പെയിൻ, റിഗ്രഷൻ, ഗിൽറ്റ്, ഷെയിം, ഫിയർ, സ്ട്രെസ്, ആങ്സൈറ്റി, ആങ്കർ, ഇങ്ങനെയുള്ള ഇമോഷൻസ്, ഇങ്ങനെയുള്ള ലോ വൈബ്രേഷൻ ഇമോഷൻസിൽ കിടക്കുമ്പോഴാണ് നമ്മൾ സർവൈവൽ മോഡിൽ പോകുന്നത്. ഇനിയൊരു രഹസ്യം അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു കാര്യം അറിയാം. നമ്മുടെ നോർമൽ എന്ന് പറയുന്ന സർവൈവൽ മോഡാണ്. നമ്മുടെ നോർമൽ മോഡ് എന്ന് പറയുന്ന സർവൈവൽ മോഡാണ്. ശ്രദ്ധിച്ചാൽ അറിയാം. ഡീപ്പ് ലെവലിൽ ശ്രദ്ധിച്ചാലേ അതറിയുള്ളൂ. ഇനി കുറച്ചു കാലം നമ്മൾ സർവൈവൽ മോഡിൽ ജീവിച്ച് നമുക്കതൊരു കംഫർട്ട് സോൺ ആവും. അപ്പൊ നമ്മുടെ കംഫർട്ട് മോഡൽ സർവൈവൽ മോഡലാണ്. നമ്മുടെ നോർമൽ മോഡ് നമ്മൾ ഡീപ്പ് ലെവലിൽ ശ്രദ്ധിച്ചാലാണ് അറിയുന്നത്. ഇപ്പൊ ഞാൻ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. എല്ലാ സിനിമയിലും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു നോവലിൽ ഉണ്ടാകുന്ന 3 പേര്, സാധ്യത ഉണ്ടാകുന്ന ഒരു 3 പേര്, ഒരു ഹീറോ, വില്ലൻ, ദെൻ ഒരു ഹീറോയിൻ. കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു എലമെന്റ് ആണ് ഇത് 3. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കണം, ഈ ഹീറോയിൻ എന്ന് പറയുന്നത് ഒരു വിക്ടിം പേഴ്സൺ ആണ്. എപ്പോഴും ഹീറോ ഉണ്ട്, വില്ലനും ഉണ്ടെങ്കിൽ ഹീറോയിൻ വിക്ടിമാണ്. ആ വില്ലനാണ് ഈ വിക്ടിം സ്റ്റേജിലേക്ക് ഈ ഹീറോയിനെ കൊണ്ടിടുന്നത്. അപ്പൊ ഹീറോയിനെ നമുക്ക് വേണമെങ്കിൽ വിക്ടിം എന്ന് വിളിക്കാം, ഹീറോയിനെ വിക്ടിം എന്ന് വിളിക്കാം. വില്ലൻ എന്തോ കാര്യം ചെയ്യുന്നത് കൊണ്ട് ഹീറോയിൻ വിക്ടിമായി മാറി. അവിടെ നിന്ന് ഈ ഹീറോയിനെ രക്ഷിക്കാൻ ഹീറോ വരുന്നു. ഇതാണ് നോർമൽ സ്റ്റോറി. നമ്മുടെയൊക്കെ ലൈഫിൽ ഈ സംഭവങ്ങളുണ്ട്. നമ്മളെ വിക്ടിം മോഡിൽ ആയിരിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിനൊരു വില്ലൻ ഉണ്ടാവും. വില്ലൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം, ഒരു ഇൻസിഡന്റ് ആകാം, ഒരു സർക്കംസ്റ്റാൻസസ് ആകാം, എന്തെങ്കിലും ആകാം. നമ്മൾ വിക്ടിമിലേക്ക് വന്നു. എന്തുമാണ്, ഒരു ഫെയിലുവർ ആകാം, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതാകാം, ഒരു ബിസിനസ് നമ്മുടെ കയ്യിൽ നിന്ന് പൊളിഞ്ഞു പോയതാകാം, അതല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞതായിരിക്കാം. ഇതൊക്കെ ഈവൻ നമ്മുടെ തന്നെ തോട്ട്സ് നമ്മുടെ വില്ലനാവും. കമ്പാരിസൺ, ക്രിറ്റിസിസം, ബ്ലെയിമിങ്, എക്സ്ക്യൂസിങ്, ഇതെല്ലാം നമ്മുടെ വില്ലനാണ്.
അപ്പോൾ നമ്മൾ വിക്ടിം മോഡിൽ വന്നു. ഇങ്ങനെ വരുമ്പം നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അഫർമേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നല്ല അസോസിയേഷൻ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹീറോ എന്ന് പറയുന്ന ആ മോട്ടിവേഷൻ സെഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആയിരിക്കും. ആരോ വന്നു, നമ്മുടെ ഹീറോ വന്നു, നമ്മളൊന്ന് ലെവലാക്കി വിടുന്നു. നമ്മളത് കേട്ടു, നമുക്കൊന്ന് മോട്ടിവേറ്റഡ് ആയി, നമ്മൾ കുറച്ച് വർക്ക് ചെയ്തു, കുറച്ച് ദിവസം നമ്മൾ ഓക്കെ ആയി. അവിടെ നിന്നൊക്കെ പുറത്ത് വന്നു. ഈ ക്ലാസ് കൂടുതൽ വന്നതിന് ശേഷം ഞാൻ ഭയങ്കര ഓക്കെ ആണ്. ടെസ്റ്റ് മോണിയിൽ പറയാറില്ലേ, എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നു, എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തു, എനിക്ക് ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ അത് അങ്ങനെ കുറച്ച് ദിവസം പോയി കഴിയുമ്പം വീണ്ടും ഈ കുറച്ച് ദിവസം നമ്മൾ ക്ലാസ് കേൾക്കാതെ വരികയോ അല്ലെങ്കിൽ യൂട്യൂബ് കാണാതെ വരികയോ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമ്മളത് തിരിച്ച് ആ ഒരു ബ്രെയിൻ വേഗം നമ്മളെ വലിച്ചുകൊണ്ട് പോയി ആ സർവൈവൽ മോഡിൽ കൊണ്ടിടും. കാരണം ബ്രെയിനിന് ഇഷ്ടം അവിടെയാണ്. ഒരുപാട് വർക്ക് ചെയ്യണ്ട, റിലാക്സ്ഡ് ആയിട്ട് സന്തോഷമായിട്ട്. ബ്രെയിനെ സംബന്ധിച്ചോളം എഫേർട്ട് സക്സസും ബ്രെയിനെ മാറ്റർ അല്ല, സേഫ്റ്റി. ഇവിടെ പോകണമെങ്കിൽ രാവിലെ എഴുന്നേക്കണം, വെളുപ്പിന് എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യണം. ബ്രെയിൻ അത് റിസ്ക് ആണ്. അഫർമേഷൻ ചെയ്യണം, ബ്രെയിൻ അത് ഇഷ്ടമുള്ള കാര്യമല്ല. സോഷ്യലൈസേഷൻ ചെയ്യണം പോലും, അത് കാണുന്നവരെ ചിരിക്കണം. പണ്ടേ കാണുന്നവരെ ചിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, പിന്നെയാണ് ഇപ്പോൾ അത് നമുക്ക് ഇഷ്ടമല്ല. പിന്നെ നല്ല വാക്ക് പറയണമെന്ന്, അപ്രീസിയേഷൻ. ഓ പിന്നെ എന്നെ അടുത്ത് ആരും ഒരു അപ്രീസിയേഷൻ നല്ല വാക്ക് എൻ്റെ അടുത്ത് ആരും അതില്ല. ബ്ലെയിമിങ്, ക്രിറ്റിസിസം, ഇതല്ലാതെ എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ബ്രെയിൻ അത് ഇഷ്ടമല്ല. ബ്രെയിൻ അവിടെ പണി മുടക്കും. ബ്രെയിൻ ഇഷ്ടം ദേ അവിടെ വന്നു, ഒരു കുഴപ്പമില്ല, നീ ഇവിടെ ഇരുന്നു, നിന്നെ ഞാൻ ഈ സേഫ് സോണിൽ നിർത്താം. ആ സേഫ് സോൺ നമ്മുടെ സർവൈവൽ മോഡാണ്. വർഷങ്ങളായി നമ്മൾ അവിടെ കിടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് റിയാലിറ്റി. ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു വരണം? നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു വരണം? ഇതാണ് റിയൽ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടുന്നത്. പോസിറ്റീവ് സൈക്കോളജി മോഡിൽ വാട്ട് ആക്ച്വലി വർക്ക്സ് എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ സക്സസ് ഗ്രോ ഫാസ്റ്റർ വെൻ യു വർക്ക് ഫ്രം സ്ട്രെങ്ത്. ഈ കഷ്ടപ്പെടൽ ഒഴിവാക്കിയിട്ട് നമ്മുടെ സ്ട്രെങ്ത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് സക്സസ് ഉണ്ടാവും. നമ്മുടെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, അതിൽ വർക്ക് ചെയ്യണമെങ്കിൽ. അതിനാണല്ലോ സോട്ട് അനാലിസിസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്, കോച്ച്മാർക്ക് അറിയാം. സ്ട്രെങ്ത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ഫ്ലോയിലെത്തും നമ്മൾ വളരെ പെട്ടെന്ന്. ഇത് ബേസിക് ആയിട്ടുള്ള എഫേർട്ടാണ്. ഇനിയും വരുന്നുണ്ട്. രണ്ടാമത് എനർജി മൾട്ടിപ്ലൈസ് വെൻ എഫേർട്ട് ഫീൽസ് നാച്ചുറൽ. ഈ എഫേർട്ട് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ എനർജി മൾട്ടിപ്ലൈ ചെയ്യും. നാച്ചുറൽ അല്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് എനർജി നമുക്ക് ലോസ് ചെയ്യുന്നത്. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, വാട്ട് ഡ്രെയിൻസ് മീ വേഴ്സസ് വാട്ട് എക്സ്പാൻഡ് മീ. എന്നെ ഡ്രെയിൻ ആക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്താലാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷത്തോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് ഞാൻ വളരെ ക്രിയേറ്റീവ് ആകുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് എനിക്കൊരു ടൈം പോകുന്നത് അറിയാത്തത്. അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. ഫസ്റ്റ് ഇമോഷണൽ വെൽബീങ് ഇസ് ദ ഫസ്റ്റ് ഗേറ്റ്. നമുക്ക് ഈ പോസിറ്റീവ് ഇമോഷൻ നമ്മൾക്കുണ്ടെങ്കിൽ, അതായത് മിനിമം കറേജ് മുതൽ മുകളിലേക്ക്, കറേജിന് മുകളിലുള്ളതാണ് പോസിറ്റീവ്. അത് വരെ സർവൈവൽ ആണ്. നേരത്തെ പറഞ്ഞ ഇമോഷൻസ്, അത് നമ്മൾക്ക് സെഷൻസിൽ നിങ്ങൾക്ക് കോച്ചുമാർക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ എൻ്റെ ലെവൽ 1 കോഴ്സ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനുവരി 21 നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് വേറെ കുറെ പ്രോഗ്രാം കയറി വരുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിവിടെ നമ്മൾ ഈ ഇമോഷൻസിനെ കുറിച്ച് പറയും. കറേജ് എപ്പോൾ എത്തും, എങ്ങനെ എത്താൻ പറ്റും, ആ ലെവലിൽ എത്തിയാൽ നമുക്ക് എങ്ങനെയാണ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുക. ഈ പോസിറ്റീവ് ഇമോഷൻ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ബ്രോഡൻ തിങ്കിങ്ങിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മളെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യും, റെസിലിയൻസ് കൂട്ടും. അതായത് നമ്മൾ തിരിച്ച് സർവൈവലിൽ പോയാലും തിരിച്ച് ഓടി വന്ന് നമുക്ക് ഗ്രോത്ത് മോഡിലേക്ക് വരാൻ പറ്റും. അവിടെ നമ്മൾ പറയുന്നത് ഇമോഷൻ, റൈറ്റ് ഇമോഷൻ ഉണ്ടെങ്കിൽ സക്സസ് പെട്ടെന്ന് വരുമെന്ന് നമ്മൾ ന്യൂ സ്കൂൾ പഠിച്ചു. ഓൾഡ് സ്കൂളിലാണെങ്കിൽ സക്സസ് ഉണ്ടെങ്കിൽ ജോയ് വരും, പക്ഷെ ന്യൂ സ്കൂളിൽ ജോയ് ആണെങ്കിൽ സക്സസ് വരും. അപ്പൊ നമ്മൾ എടുക്കേണ്ട ഇമോഷൻസ് എന്ന് പറയുന്നത് കാം, ക്യൂരിയോസിറ്റി, ജോയ്. ഇത് മൂന്നിൽ ഏതെങ്കിലും മൂന്നും കൂടെ പിടിക്കുകയാണെങ്കിൽ സൂപ്പർ. ജോയ്, ക്യൂരിയോസിറ്റി, കാം ആർ ദ പെർഫോമൻസ് ടൂൾ. അവിടെ നമ്മൾ ഹാർഡ് വർക്ക് ഇല്ല, നമ്മൾ ടയർഡ് ആവത്തില്ല. നോ ടയറിങ്, നോ ഫീലിംഗ് ലേസി, നോ ഫട്ടീഗ്, കൊഗ്നേറ്റീവ് ഫട്ടീഗ് ഒന്നുമില്ല. ജോയ്, കാം,
ആൻഡ് ക്യൂരിയോസിറ്റി. ഈ ക്യൂരിയോസിറ്റി ചേർത്ത് വെച്ചാലും മതി. ക്യൂരിയോസിറ്റി ഓൾസോ ഗിവ് സം എനർജി. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് പോകുന്നത് ക്യൂരിയോസിറ്റി റിലേറ്റഡ് കണ്ടന്റ് ആണ്. അൽഗോരിതം ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നത് ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റിയിലേക്ക് ആളുകൾക്ക് ക്യൂരിയോസിറ്റി ത്രൂ ജോയ് കാംനെസ്സിലേക്ക് എത്താനാണ് എളുപ്പമാർഗം. ഈ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് വരെയുള്ള ഷോസ് ഇത്രയും ആളുകൾ കാണുന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ക്യൂരിയോസിറ്റി. വാട്ട് ഹാപ്പൻസ്, നമ്മൾ ചില ടൈറ്റിൽ തംബ്നെയിൽ കാണത്തില്ലേ, ആ ക്യൂരിയോസിറ്റി. ഇപ്പൊ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് 600 സംതിങ് മില്യൺ ആൾക്കാർ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത്, ജസ്റ്റ് ഒരാള് 10 വർഷത്തിന് മുൻപ് ഒരു ഫയർ നമ്മൾ തണുപ്പ് യൂറോപ്യൻ കൺട്രീസിലാണ് പ്രത്യേകിച്ച് തണുപ്പ് സമയത്ത് ഫയർ പ്ലേസ് ഉണ്ടാവില്ല, തീ കൂട്ടിയിട്ടിട്ട് വിറക് കത്തിക്കുക എന്നൊക്കെ അങ്ങനെയായിരുന്നു. ആ ഫയർ പ്ലേസ് കത്തിച്ചിട്ട് ആ ഫയർ പ്ലേസ് ആ തീ കത്തുന്നത് മാത്രം 10 വർഷം മുൻപ് അയാള് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു 60 മിനിറ്റ്, അതായത് 1 hour കൂടുതൽ ആ വീഡിയോ ഉണ്ട്. ആ ജസ്റ്റ് ഇത് മാത്രമാണ് ഇട്ടത്. എന്നിട്ട് ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 1 CR ആണ് യൂട്യൂബിൽ നിന്ന് അയാളുടെ വരുമാനം. ദിസ് ഈസ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ഇവിടെ ഈ കാണുന്ന എല്ലാവരും എനിക്ക് അടുത്ത നിമിഷം എന്തോ സംഭവിക്കും, ആ അടുത്ത നിമിഷത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് ക്യൂരിയോസിറ്റി വർക്ക് ചെയ്യുന്നത്. 1 CR ഇൻ എ മന്ത് 10 വർഷം മുമ്പിട്ട് ഇന്നിപ്പോൾ അയാൾ ഏൺ ചെയ്യുന്നു. 3 മില്യൺ ആൾക്കാരാണ്. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം, സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ എന്ത് കാണുന്നു എന്നേ നോക്കൂ. കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോഴും അൽഗോരിതം കണ്ടന്റിന് റിലവൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും സ്റ്റിൽ അതാണ് നോക്കുന്നത്. യൂട്യൂബ് അത്രയും നേരം റൺ ചെയ്യുന്നു. വേറൊരു വീഡിയോ, ഒരാള് ഇങ്ങനെ ഒരു ഫാൻ ഇട്ടിട്ട് ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നിട്ട് ഫാനിൽ ഇങ്ങനെ നോക്കും, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതും ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവൻ ഇപ്പൊ കയറി ഇതിൽ തൂങ്ങും, അതിനാണ് ഇരിക്കുന്നത്. എന്നാൽ തൂങ്ങുന്ന ഒന്ന് കാണാന്ന് വിചാരിച്ച് എൻഡ് വരെ കാണും. അതിനകത്തൊന്നും സംഭവിക്കത്തില്ല. അവസാനം നോക്കുമ്പോൾ അവരുടെ കൊമന്റിൽ നോക്കുമ്പോൾ തെറി വിളിച്ചിട്ട് പോകുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ അത്രയും നേരം അയാളെ അവിടെ പിടിച്ചിരുത്താൻ ആ ഒരു ആക്ഷന് കഴിഞ്ഞു. ദിസ് ഈസ് സംതിങ് ക്രേസി അല്ലേ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അതുകൊണ്ട് ക്യൂരിയോസിറ്റി വർക്ക്സ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നത്, ഒരു സംഭവം ഇടുമ്പോൾ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഇടാൻ സാധിച്ചാൽ സോഷ്യൽ മീഡിയ, അതിലൂടെ നമുക്കിത് പറയാൻ സാധിക്കണമെങ്കിൽ ആളുകൾ കയറി വന്നോളും. സോ പീപ്പിൾ സസ്റ്റെയിൻ എഫേർട്ട് വെൻ വർക്ക്സ് ഫീൽ, അതായത് മീനിങ് ഫുൾ ആകുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. ആ മീനിങ് ഫുൾ എന്ന് പറഞ്ഞാല്, ഇത് ഞാൻ ചെയ്യുന്നതിന് എനിക്ക് ഒരു മീനിങ് ഉണ്ട്, എൻ്റെ ഉള്ളിൽ അതിന്റെ പേർപ്പസും മീനിങ് എന്ന് വെച്ചാൽ ഞാൻ ഇതിപ്പം എനിക്ക് വേണ്ടി ഇത് എനിക്ക് ചെയ്യുന്നതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. പേർപ്പസ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ഞാൻ എന്തോ ചെയ്യുന്നത്. മീനിങ് എന്ന് വെച്ചാൽ ഞാനിത് ചെയ്യുന്നത് എനിക്ക് വേണ്ടി, എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എൻ്റെ ലൈഫിൽ ഇത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന്. ആൻഡ് നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫേർട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ദെൻ ആ പേർപ്പസുമായിട്ട് കണക്ട് ചെയ്താലും നമ്മുടെ എഫേർട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എഫേർട്ട് അത് റൈറ്റ് എഫേർട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഈ ഒരു 3 കാര്യം നമ്മൾ വാല്യുബിൾ ആണോ, മീനിങ് ഫുൾ ആണോ, ലീഡ്സ് ടു പേർപ്പസ് ആണോ, എങ്കിൽ നമ്മുടെ എഫേർട്ട് വർക്കാവും നമ്മൾ ഏത് കാര്യം ചെയ്താലും. അപ്പൊ നമുക്ക് ഇതിനകത്ത് പറയുന്ന ഒരു ഹിഡൻ സാധനം എന്ന് പറയുന്ന ഫ്ലോ, നോട്ട് ഫോഴ്സ്. ആ ഫ്ലോ സ്റ്റേറ്റിലേക്ക് വരണം. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ സ്റ്റേറ്റിൽ നമ്മുടെ ഫോക്കസ് ഹൈ ആയിരിക്കും, റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഈ റെസിസ്റ്റൻസ് എന്ന് നമുക്കറിയാലോ, കുറേ റെസിസ്റ്റൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഹൈ ഫോക്കസ് ആയിരിക്കും, റെസിസ്റ്റൻസ് കുറവായിരിക്കും ഫ്ലോയിലെത്തും. അപ്പം അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്, ഒരു സിവിൽ സർവീസ് പഠിക്കുന്ന ഒരു കുട്ടി, അപ്പൊ അവന് അത് മീനിങ് ഫുൾ ആണെന്ന് തോന്നണം. ഇത് ഞാൻ IAS IPS കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എങ്ങനെ മാറും, എൻ്റെ ലൈഫിൽ എൻ്റെ ഐഡന്റിറ്റി ഏത് ഐഡന്റിറ്റിയിലേക്ക് ഞാൻ മാറും. ഒരു എക്സാമിനേഷൻ കൊണ്ട് എൻ്റെ ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് പറയുന്നത് മാസീവാണ്. ആരും അറിയാത്ത ഞാൻ എല്ലാവർക്കും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എൻ്റെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യും. അതാണ് മീനിങ് ഫുൾ. വാല്യുബിൾ, എനിക്ക് എൻ്റെ സമൂഹത്തിന്, എൻ്റെ ജില്ലയെ, എൻ്റെ സംസ്ഥാനത്തെ, എൻ്റെ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിലെ പാർട്ടാകാൻ
വാല്യൂ കൊടുക്കാൻ എനിക്ക് പറ്റും. അതാണ് വാല്യൂബിൾ. അതിൻ്റെ അടുത്തതെന്ന് പറയുന്നത് പേർപ്പസ്. അതിലൂടെ ഞാനൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യും. കാരണം എൻ്റെ തലമുറകളായി ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന ഐഡന്റിറ്റി മാറി തലമുറകളായി ന്യൂ ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇത് മൂന്നും കൂടെ വരുമ്പോൾ ഇത് മൂന്നും അതിനെ കണക്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഹൈ ഫോക്കസ്, റെസിസ്റ്റൻസ് കുറയും, ഫ്ലോ സ്റ്റേറ്റിലേക്ക് ആ കുട്ടി എത്തും, കുട്ടി പഠിക്കും. ആ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കുക, അവർക്ക് ഇൻസൈറ്റ് കൊടുക്കാൻ കഴിയണം. അപ്പൊ അവർക്ക് മടിയില്ല, ഉറക്കമില്ല. അതാണ് ഇമോഷണലി കണക്റ്റഡ് ആക്കണം. നമ്മളുടെ ഡ്രീമുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആക്കണം. ആ 80% നമ്മൾ നന്നായി വർക്ക് ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇമോഷൻ 3 കാര്യങ്ങളാണ്. നമ്മൾ സക്സസ് ഓൾവേസ് ഡിറ്റർമിൻ നമ്മുടെ ക്ലാരിറ്റി. നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള പ്രോപ്പർ ക്ലാരിറ്റി അതിനകത്ത് വേണം. 2 എലിവേറ്റഡ് ഇമോഷൻ, ജോയ്, ക്യൂരിയോസിറ്റി, കാം. ഇത് 3 നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. അതിലേതെങ്കിലും ഒരു സാധനം നമ്മൾ പിടിച്ചു, ഇമോഷൻ എലിവേറ്റഡ് ചെയ്തു. ദെൻ വൈബ്രേഷണൽ ഫ്രീക്വൻസി, നമ്മൾ ഫ്രീക്വൻസി ഉയർത്തുക. ഈ 3 കാര്യങ്ങൾ വരികയാണെങ്കിൽ വി ആർ ജസ്റ്റ് ലൈക്ക് എൻ വോർട്ടെക്സ്. അതുപോലെ നമ്മളായി മാറും. അപ്പോൾ ഫ്ലോ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നത് ഹൈ ഫോക്കസ് പ്ലസ് ലോ റെസിസ്റ്റൻസ്. ഹൈ ഫോക്കസ്. അപ്പോൾ നമ്മൾ കോച്ചുമാർ എന്ത് ചെയ്യണം? കോച്ചുമാർ ഇങ്ങനെ ചിന്തിക്കണം, എൻ്റെ മീനിങ് എന്താണ്, എന്ത് വാല്യൂ എനിക്ക് കൊടുക്കാം, ആർക്കൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും, എങ്ങനെ എനിക്ക് എൻ്റെ പേർപ്പസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് യു വിൽ റീച്ച് ദ ഫ്ലോ സ്റ്റേറ്റ്. ഫ്ലോ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ഹൈ ഫോക്കസ് പ്ലസ് ലോ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഉണ്ടാവേ ഇല്ല. ദെൻ അപ്പൊ ഈ ഫ്ലോയിൽ നമ്മൾ ടൈം എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അല്ല. ടൈം ഡിസപ്പിയേഴ്സ് ഫ്ലോയിൽ എത്തുമ്പോൾ. എഫർട്ട് ഫീൽ എഫർട്ട്ലെസ്. ആ ഫ്ലോയിൽ എത്തുമ്പോൾ എഫർട്ട്ലെസ് ആയി മാറും. ഔട്ട്പുട്ട് മൾട്ടിപ്ലൈസ്. നമ്മൾ വിചാരിക്കും ഈ ഹാർഡ് വർക്കിൽ വരുന്ന, എഫേർട്ടിൽ വരുന്ന ഔട്ട്പുട്ട് അല്ല വരുന്നത്. പല രീതിയിലാണ് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇമ്മൻസ് വേ ഓഫ് ഔട്ട്പുട്ട്. അത് റിലേഷൻഷിപ്പായിട്ട്, വാക്കുകളായിട്ട്, ഗിഫ്റ്റായിട്ട്, ഓപ്പർച്യൂണിറ്റി ആയിട്ട്, അപ്രീസിയേഷൻ ആയിട്ട്, അക്നോളജ്മെന്റ് ആയിട്ട്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ആൻഡ് മണി, അബൻഡൻസ്, വെൽത്ത്, വാട്ട് നോട്ട്. ആ രീതിയിൽ നമ്മൾ എത്തും. സോ ആസ്ക് യുവർ സെൽഫ്, ഹൗ ക്യാൻ ഐ വർക്ക് ഹാർഡർ എന്ന് ചോദിക്കുന്നതിന് പകരം എങ്ങനെ എനിക്ക് കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്ത റിസൾട്ട് ഉണ്ടാകും, ഇനി ഒരിക്കലും ആ ചോദ്യം നമ്മൾ ചോദിക്കില്ല. ഹൗ ക്യാൻ ഐ വർക്ക് അലൈൻഡ്. അവിടെയാണ്, അതാണ് ആ മിസ്സിംഗ് പീസ് എന്ന് പറയുന്നത്. അതാണ് അലൈൻമെന്റ്. ഹൗ ക്യാൻ ഐ വർക്ക് അലൈൻഡ് ഇന്നർ സ്റ്റേറ്റ്, ഇന്നർ അലൈൻമെന്റ് എങ്ങനെ വരുത്താം? അലൈൻഡ് എഫേർട്ട് എന്ന് പറയുന്നത് റൈറ്റ് എനർജി, റൈറ്റ് എൻവയോൺമെന്റ്, റൈറ്റ് ഇന്റൻഷൻ, റൈറ്റ് ടൈമിങ്. ഇതാണ് അലൈൻഡ് എഫേർട്ട് എന്ന് പറയുന്നത്. അലൈൻഡ് എഫേർട്ട് എന്ന് ഇതല്ല. നമ്മുടെ എനർജി റൈറ്റ് ആയിരിക്കണം, റൈറ്റ് എൻവയോൺമെന്റ് ആയിരിക്കണം. ഇപ്പൊ എൻവയോൺമെന്റ് ഒന്നും മാറ്റാൻ പറ്റില്ല. വി ക്യാൻ ക്രിയേറ്റ് അവർ ഓൺ എൻവയോൺമെന്റ്, നോ പ്രോബ്ലം. എനിക്കിപ്പോ വീടൊന്നും മാറിപ്പോകണ്ട, നമ്മളൊന്ന് മാറിയാൽ മതി. റൈറ്റ് ഇന്റൻഷൻ 100% വർക്ക് ചെയ്യുന്ന സാധനമാണ്. റൈറ്റ് ടൈമിങ്. എന്ന് പറയുന്നത് ഏതാണ് നല്ല ടൈം? റൈറ്റ് നൗ, ഇപ്പോഴാണ് നല്ല ടൈമിങ്. നമ്മൾ വിചാരിക്കും ടൈമിങ് ഇതല്ല, അതായത് ടൈമിങ് ഇനി വരട്ടെ, നല്ല വരട്ടെ, തിങ്കളാഴ്ച വരട്ടെ, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് വർക്കിംഗ് ഡേ അല്ലല്ലോ, ഇന്ന് റെസ്റ്റ് എടുക്കാം. നോ, ദിസ് ഈസ് ദ റൈറ്റ് ടൈമിങ്. ഈ മൊമെന്റ് ആണ് റൈറ്റ് ടൈം. അവിടെ നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് കൊടുക്കണം. ടോട്ടലി നമ്മളായിരിക്കുന്ന കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കണം. നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം. കാരണം റിലേഷൻഷിപ്പാണ് ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്ന ആൾക്കാരും നമ്മൾ കാണുന്ന കാര്യങ്ങളും ഒക്കെ നമ്മളെ ഇമോഷനെ ഇമ്പാക്ട് ചെയ്യും. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകണം. മീനിങ് ആക്ഷൻ, നേരത്തെ പറഞ്ഞു. പിന്നെ അക്കംപ്ലിഷ്മെന്റ്, നമുക്ക് അക്കംപ്ലിഷ് ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. സോ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് ഇമോഷണൽ അലൈൻമെന്റ് ബിഫോർ ആക്ഷൻ. ദിസ് ഈസ് ദ മിസ്സിംഗ് ലിങ്ക്. ഞാൻ ഈ ടൈറ്റിലിൽ പറഞ്ഞ മിസ്സിംഗ് ലിങ്ക്, ഇമോഷണൽ അലൈൻമെന്റ് ബിഫോർ ആക്ഷൻ. ഈ ഗോളിന്റെ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ യു ഡോണ്ട് റൈസ് ടു ദ ലെവൽ ഓഫ് യുവർ ഗോൾ. വലിയ ഗോൾ കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ്. വലിയ ഡ്രീം ബിഗ്. ഓഫ് കോഴ്സ് ഡ്രീം ബിഗ് ഈസ് ഗുഡ്. ഡെയർ ടു ബി ഡ്രീം ബിഗ്. ഉറപ്പാണ്, ധൈര്യം ഉണ്ടെങ്കിൽ വലിയ ഗോളിനെ കുറിച്ച് നമ്മൾ വലിയ ഗോൾ ഉണ്ടാക്കണം. ഇറ്റ്സ് ഗുഡ്. പക്ഷേ അവിടെ നമ്മൾ ഇമോഷണൽ ഹാബിറ്റ് താഴെ കിടക്കുകയാണെങ്കിൽ, ലെവൽ ഓഫ് ഇമോഷണൽ ഹാബിറ്റ് താഴെയാണെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇമോഷണൽ അലൈൻമെന്റ്, ആക്ഷന് മുന്നേ ഇമോഷണൽ അലൈൻമെന്റ് ആണ് ആദ്യം കൊണ്ടുവരേണ്ടത്. സോ ദ മിസ്സിംഗ് ലിങ്ക് ഈസ് ഈക്വൽ ടു ഇന്നർ സ്റ്റേറ്റ്. നമ്മുടെ ഇന്നർ സ്റ്റേറ്റ്
അതാണ് നമ്മുടെ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിയർ ബേസ്ഡ് എഫേർട്സ് ആണ്. അയ്യോ അത് കിട്ടിയില്ലെങ്കിൽ, അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രഷർ ബേസ്ഡ് ഡിസിപ്ലിൻ. ഒരു ഡിസിപ്ലിൻ്റെ കൂടെ ഒരു പ്രഷർ ഉണ്ടാവും അല്ലേ? ഡിസിപ്ലിൻ എന്ന് പറയുന്നതേ ഒരു പ്രഷറാണ്. ഞാൻ ഡിസിപ്ലിൻ എന്നുള്ള വേർഡ് എനിക്ക് ഇഷ്ടമല്ല. എന്താണെന്ന് എനിക്കറിയാം, അതിന്റെ ബിലീഫിൽ വന്ന് കിടക്കുന്നതാണ്. എൻ്റെ ഫാദർ എപ്പോഴും ഡിസിപ്ലിൻ 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 എന്ന് പറയും. അപ്പൊ ആ വേർഡ് തന്നെ ഞാൻ വളരെ റെയറായിട്ടേ യൂസ് ചെയ്യുള്ളൂ. കമ്പാരിസൺ ബേസ്ഡ് മോട്ടിവേഷൻ ആണ്. ഇതാണ് ഫിയർ ബേസ്ഡ് എഫേർട്ട്. നോർമലി ആളുകൾ ഡിസിപ്ലിൻ, പ്രഷർ ബേസ്ഡ് ഡിസിപ്ലിൻ, പ്രഷർ കൊടുക്കും ഡിസിപ്ലിൻ ആകാൻ. കമ്പാരിസൺ ബേസ്ഡ് മോട്ടിവേഷൻ, അവർ ചെയ്തു എനിക്കാകണം. സസ്റ്റൈനബിൾ ഇന്നർ സ്റ്റേറ്റ് കൊണ്ടുവരണമെങ്കിൽ സേഫ്റ്റി, ക്ലാരിറ്റി ആൻഡ് സെൽഫ് ട്രസ്റ്റ്. സേഫ്റ്റി വേണം. നമ്മുടെ നെർവ് സിസ്റ്റം സേഫ് ആയിരുന്നാലേ ബോഡി അതിനോട്ട് അനുകൂലിക്കത്തുള്ളൂ. നെർവ് സിസ്റ്റം സേഫ് ആയാലേ അഡ്രിനാലിനും കോർട്ടിസോളും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. നെർവ് സിസ്റ്റം ഓക്കെ ആകുമ്പോൾ ജോയ്, ക്യൂരിയോസിറ്റി, കാം ആണെങ്കിൽ സെറോട്ടോണിൻ, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ അടിപൊളിയാകും. അപ്പം അതാണ് ആ സേഫ്റ്റി. ക്ലാരിറ്റി, എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആരോടൊപ്പം ചെയ്യണം, എങ്ങനെ പറയണം, എന്ത് തിങ്ക് ചെയ്യണം, അത് നമുക്ക് അതിന്റെ 100% ക്ലാരിറ്റി വേണം. ദെൻ സെൽഫ് ട്രസ്റ്റ്. ഐ ആം അൺസ്റ്റോപ്പബിൾ. അതാണ് സെൽഫ് ട്രസ്റ്റ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അഫർമേഷൻ. ഐ ആം അൺസ്റ്റോപ്പബിൾ. എല്ലാ രാവിലെയും ഈ ഒരു ഫ്രേസ് മാത്രം ഒരു 21 പ്രാവശ്യം പറഞ്ഞ് റിപ്പീറ്റഡ്ലി നമ്മൾ ഡെക്കറേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് അവർ സെൽസ്. നമ്മുടെ സെൽഫിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ പേഴ്സോണയെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ റീഫ്രെയിം ചെയ്യുന്ന, നമ്മളുടെ കപ്പാസിറ്റീനെ കൂട്ടുന്ന. ഐ ആം അൺസ്റ്റോപ്പബിൾ. ഇതുപോലെ അത് നമ്മുടെ സെൽഫ് ട്രസ്റ്റ് കൂട്ടുന്ന സാധനം. അങ്ങനെയുള്ള നമ്മുടെ ആക്ഷൻസ് സെൽഫ് ട്രസ്റ്റ് ഉണ്ടാക്കുന്ന, നേരത്തെ ഉണ്ടായ സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് എടുക്കാം. ദെൻ അപ്രീസിയേഷൻ ജേർണൽ എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പോലെ തന്നെയാണ് അപ്രീസിയേഷൻ ജേർണൽ. ഇതൊക്കെ നമ്മളെ സെൽഫ് ട്രസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ്. സോ യു ക്യാൻ ഡു ദാറ്റ് വേ. സോ നെർവ് സിസ്റ്റം നമുക്ക് റീസെറ്റ് ചെയ്യാൻ, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ, നമുക്ക് ബ്രീത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ റിലാക്സ് ചെയ്യാം. അത് ദ ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീത്തിങ് ആണ്. ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീത്തിങ്. ഈ വലത് കൈയുടെ തമ്പ് ഈ റൈറ്റ് നോസ്ട്രൽ ഇങ്ങനെ പിടിക്കുക. ഈ 3 വിരലുകൾ നമ്മുടെ നിയോകോർട്ടെക്സ് ഈ ഏരിയ, ഇതാണ് ഡിസിഷൻ തിങ്കിങ് ബ്രെയിൻ ഇവിടെയാണ് വരുന്നത്. ഇവിടെ വെക്കണം. ഈ കുഞ്ഞു വിരലിനെ ഫ്രീ ആക്കി വിടണം. എന്നിട്ട് ഈ വലത് മൂക്ക് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, വലത് നോസ്ട്രൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ദെൻ ഒരു 7 times ഇൻഹേൽ ത്രൂ ലെഫ്റ്റ് നോസ്ട്രൽ, എക്സേൽ ത്രൂ ലെഫ്റ്റ് നോസ്ട്രൽ. ആ ഒരു പ്രാക്ടീസ് ചെയ്യാൻ. ജസ്റ്റ് റിലാക്സ്, ക്ലോസ് യുവർ ഐസ്. കണ്ണടയ്ക്കുന്നതിന് മുമ്പേ ഇതൊന്നും എടുക്കൂ. വലത് കൈയുടെ ഈ സംഭവം എടുക്കുക, തമ്പ് എടുക്കുക, റൈറ്റ് നോസ്ട്രൽ ക്ലോസ് ചെയ്യുക. 3 fingers പ്ലേസ് ഓൺ ഫോർഹെഡ്, അതായത് നിയോകോർട്ടെക്സ് ബ്രെയിൻ അവിടെയാണ്, അവിടെ വെക്കുക. ദെൻ ഇൻഹേൽ ത്രൂ ലെഫ്റ്റ് നോസ്ട്രൽ. ഇൻഹേൽ, exhale, inhale and exhale. Again, inhale, exhale, inhale and exhale. Repeat 2-3 times more. Inhale and exhale. Relax. Inhale and exhale. Inhale and exhale. You slowly release and relax. Slowly open your eyes. ഇത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീതിങ് നോർമലി രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഒരു 3-4-5 ടൈംസ് ചെയ്യണമെങ്കിൽ നമ്മുടെ നെർവ് സിസ്റ്റത്തിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും, കാമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രഷർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സർവൈവൽ മോഡിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു നെർവ് സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യും. ഈ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗും കൂടെ നമുക്ക് നോക്കാം, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് നമ്മുടെ ചിന്തയാണ്. വാട്ട് ഐ ആം ഫോഴ്സിങ് റൈറ്റ് നൗ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാൻ എന്തെങ്കിലും ഫോഴ്സ് ചെയ്യുമ്പോൾ വർക്ക് ആവില്ല, സർവൈവൽ മോഡിലേക്ക് ബ്രെയിൻ പോകും, നമ്മുടെ സിസ്റ്റം പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോഴ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
അപ്പൊ അതിന് പകരം എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വാട്ട് വുഡ് ഈസ് ലുക്ക് ലൈക്ക്, എനിക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രഷർ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ഒന്ന് നമ്മൾ മനസ്സിലാക്കി ആണെങ്കിൽ നമ്മൾ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഓൾവേസ് റെസ്പോണ്ട് ബെറ്റർ ക്ലാരിറ്റി ദാൻ പ്രഷർ. പ്രഷർ കൊടുക്കുന്ന ഒന്നിനും ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യത്തില്ല. ബ്രെയിന് പ്രഷർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ പിടിച്ച് സർവൈവൽ മോഡിൽ കൊണ്ടിടും. കാരണം പോലെ അവിടെ പ്രശ്നമാണ്. പ്രഷർ കൊടുക്കുന്നതൊന്നും നമുക്ക് ചെയ്താൽ നമുക്ക് സക്സസ് ഇല്ല. എഫേർട്ട് നോ റിസൾട്ട്. കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണല്ലോ. നേരത്തെ ഉണ്ടായിട്ടുള്ള കേവ്മെന്റെ ബ്രെയിനിന്റെ ഇതാണ് നമുക്കിവിടെ ഉള്ളത്, DNA കിടക്കുന്നതാണ്. കാരണം എപ്പോഴും ടൈഗർ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ആനിമൽ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആൾ വന്ന് നിൽക്കുന്നു. അപ്പൊ ഫിയർ ആണ് എപ്പോഴും ഉള്ളത്. ഫിയർ ബേസിക് ഹ്യൂമൻ ബീങ്ങിന്റെ ബേസിക് ഇമോഷൻ ഫിയർ ആണ്. നമ്മൾ ഈ പ്രഷർ കൊടുക്കുമ്പോൾ ആദ്യം വരുന്നത് ഫിയർ ആണ്. ഫിയർ വരുമ്പോൾ സർവൈവൽ മോഡിലേക്ക് പെട്ടെന്ന് തലകുത്തി താഴെ വീഴും. ഇപ്പൊ ഈസി അല്ല എന്ന് പറയുന്നത് ലേസിനെസ് അല്ല, എഫിഷ്യൻസിയാണ്. നമുക്ക് എളുപ്പമുള്ള നമ്മൾ ആ ഫ്ലോ സ്റ്റേറ്റിലേക്ക് പ്രഷർ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് ആർട്ട് ഓഫ് പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ സംസാരിക്കുന്നതാണിത്. അതായത് ബ്രെയിൻ റെസ്പോൺസ് ബെറ്റർ ടു ക്ലാരിറ്റി ദാൻ പ്രഷർ. പ്രഷറിനെക്കാളും ക്ലാരിറ്റി ബ്രെയിനിന് മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് ഇങ്ങനെയാണ് 100% ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ അത് സപ്പോർട്ട് ചെയ്യും. അതല്ല, ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കൺഫ്യൂഷൻ ആണെങ്കിൽ ബ്രെയിൻ നമ്മളെ കുത്തനെ കൊണ്ടുപോയി സർവൈവൽ മോഡിലേക്ക് കൊണ്ടിടും. അതുകൊണ്ടാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ക്ലയന്റിനും അതുപോലെ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവരത് ചെയ്തോളും. സ്റ്റുഡൻസിനും അതുപോലെ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, അവർ കംഫർട്ടബിൾ ആയി ഗ്രോത്ത് മോഡിലേക്ക് ഈസി ആയിട്ട് വരും. ഇല്ലെങ്കിൽ സർവൈവൽ മോഡ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഐഡന്റിറ്റി ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ആ ഐഡന്റിറ്റി ഷിഫ്റ്റ് സംഭവിക്കണമെങ്കിൽ നമ്മൾ പുഷ് ചെയ്യാൻ പാടില്ല. അലൈൻമെന്റ് ബിഫോർ ആക്ഷൻ. സൈബർനെറ്റിക്സ് പറയുന്നതാണ്. ആ അലൈൻമെന്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആക്ഷൻ ആ അലൈൻമെന്റുമായിട്ട് കണക്ട് ആണ്. അതുമായിട്ട് ആ പുതിയ ഐഡന്റിറ്റിയുടെ ആക്ഷനിലേക്ക് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നു. ആ ഐഡന്റിറ്റിയിൽ ക്ലാരിറ്റി ഉണ്ടാകുന്നു, അത് ഇമോഷണലി സേഫ്റ്റി ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളെ ബ്രെയിൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അലൈൻഡ് ആക്ഷൻ, ആ പുതിയ ഐഡന്റിറ്റിക്ക് ചേർന്ന ആക്ഷൻ നമ്മൾ ചെയ്യുന്നു സന്തോഷത്തോടു കൂടി, വിത്ത് എലിവേറ്റഡ് ഇമോഷൻ ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇന്നർ റീസെറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ഇന്നർ സ്റ്റേറ്റ് ആണ് നമ്മുടെ ആക്ച്വലി മിസ്സിങ് എലിമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കുക, എലിവേറ്റഡ് ആയിരുന്ന ഇമോഷൻ എടുക്കുക. നമ്മളെ റീസെറ്റ് ചെയ്ത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. കാം ആക്കുന്നു, ക്ലാരിറ്റി കൊടുക്കുന്നു, അലൈൻഡ് ആക്ഷൻ. 3 കാര്യങ്ങൾ മാത്രം ഇന്ന് ടേക്ക് അവേ ചെയ്താൽ മതി. കാം, റൈറ്റ് ഇമോഷൻ, ദെൻ ക്ലാരിറ്റി, 100% ക്ലാരിറ്റി ചെയ്യുന്ന കാര്യത്തിൽ, ദെൻ അലൈൻഡ് ആക്ഷൻ. ആ അലൈൻമെന്റ് ഇന്നർ സെറ്റ് അലൈൻഡ് ആക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ എടുക്കുക. ദെൻ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഹാപ്പിനെസ് അഡ്വാൻറ്റേജ് പറയുന്ന പോലെ നമ്മൾ ആ കറക്റ്റ് റിസൾട്ടിലേക്ക് നമ്മൾ എത്തും. സോ സ്റ്റോപ്പ് ആസ്കിങ് വൈ ആം ഐ നോട്ട് ഗെറ്റിംഗ് റിസൾട്ട്. എനിക്ക് എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്നതിന് പകരം വാട്ട് സ്റ്റേറ്റ് ആം ഐ ഓപ്പറേറ്റിംഗ് ഫ്രം, ഞാൻ ഏത് സ്റ്റേറ്റ്, ഗ്രോത്ത് മോഡിലാണോ സർവൈവൽ നിന്നാണോ ഓപ്പറേറ്റ് ചെയ്തതെന്ന് ഇന്ന് മുതൽ ചോദിച്ചാൽ മതി. യു വിൽ ഗെറ്റ് എ ക്ലിയർ ആൻസർ ആൻഡ് ക്ലിയർ റിസൾട്ട്. സോ നമ്മൾ ഒരിക്കൽ കൂടി പറഞ്ഞു, നമ്മൾ ഇന്നർ റീസെറ്റ് ചെയ്യുന്നതിന് ആ സ്റ്റേറ്റിലേക്ക് എത്താൻ ഒരിക്കൽ കൂടി പറഞ്ഞു 3 ടേക്ക് അവേ ഇന്ന് എടുക്കുക നമ്മൾ റീസെറ്റ് ചെയ്യാൻ. 1 കാം, റൈറ്റ് ഇമോഷൻ, 2 ക്ലാരിറ്റി ആൻഡ് അലൈൻഡ് ആക്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ the missing link. So I hope you enjoy the missing link. You got the clarity about the missing link എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഒരു സെഷന് സൺഡേ ആൻഡ് ഇത്രയും പേര് നോർമലി ഉള്ളതിന്റെ പകുതിയിൽ കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് ഇന്ന് കുറവാണ്. എനിക്ക് ഐ ഡോണ്ട് നോ എന്താ പറ്റിയെന്ന് അറിയില്ല. ചിലപ്പോൾ കല്യാണങ്ങളൊക്കെ ഉണ്ടാവാം. ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് ദം എൻജോയ്. So thank you so much once again. And any questions from this? താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഇത് മിസ് ചെയ്തിരുന്നെങ്കിൽ ഒരു നഷ്ടമായിരുന്നു. Thank you, Jaya. ഒരുപാട് ഇൻസൈറ്റ് കിട്ടി. അപ്പൊ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇത് ഒരു വട്ടം കേട്ടാൽ പോരല്ലോ, ഇത് വീണ്ടും കേട്ടാൽ മാത്രമേ ഇത് നമ്മുടെ മനസ്സിൽ
ഒന്ന് ഫിക്സ് ആവുള്ളൂ. അപ്പം മാമിനോട് പറയണം, ഇത് റെക്കോർഡ് തരണേന്ന് പറയണം എന്ന് ഞാൻ ചിന്തിച്ച സമയം മാം പ്രത്യേകം പറഞ്ഞു റെക്കോർഡിനെ കുറിച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് കിട്ടും എന്ന് മനസ്സിലായി. അപ്പൊ ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞ ഒരുപാട് മാമിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ സത്യത്തില് കുറച്ച് വിസ്തമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പൊ സാധാരണ ഇപ്പം ഒരുപാട് ആൾക്കാരുടെ ക്ലാസ്സുകളിൽ ഒരുപാട് ആൾക്കാർ വരും, ഒത്തിരി ആൾക്കാർ വരും. പക്ഷെ ഇവിടെ കുറച്ച് ആൾക്കാർ കാണുമ്പം എന്റെ മനസ്സിൽ വരുന്നൊരു കാരണം എന്ന് പറയുന്നത് മാഡം തരുന്നത് എപ്പോഴും വിസ്തമാണ്. അപ്പൊ ആ വിസ്തം സ്വീകരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പേരാണ്. ആ കുറച്ച് പേർക്ക് മാത്രമേ അതൊരു കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അത് കൂടുതലും നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ശരിക്കും ലോകത്തിൽ കൂടുതലുള്ളത് നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവിടെ ആ നോർമൽ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് ആ നോർമൽ ആൾക്കാർ കൂടുതൽ വരും ഇവിടെ. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്രൗഡ് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ ആ ഒരു നോർമലിന് മുകളിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് എനിക്കിത് ക്യാച്ച് ചെയ്യാനും ഇതെനിക്ക് കേൾക്കാൻ വരാനും എനിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ആ ഒരു വിസ്ഡം സ്വീകരിക്കാനുള്ള ഒരു എനർജി എനിക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് അങ്ങനെയാണ് എനിക്ക് മാമിന്റെ ക്ലാസ്സിൽ വന്നപ്പോൾ മുതൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ്. കാരണം എപ്പോഴും ഒരു 20 ആ ഒരു ഉള്ളിലായിരിക്കും. കാരണം ആ നോർമൽ സ്റ്റേജിന് മുകളിലുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. Only 3% you said that. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അത് മനസ്സിലാക്കാനുള്ള ഒരു അവയർനെസ്സിലേക്ക് ജയ സുരേഷ് ഉയർന്നു വന്നു. ഐ എം പ്രൗഡ് ഓഫ് യു ഡിയർ. എക്സാക്ട്ലി അത് തന്നെയാണ് സത്യം. കാരണം എല്ലാവരും പറയാറുണ്ട് കണ്ടന്റ്, നോർമൽ ആൾക്കാർ കയറിയിട്ട് പറയാറുണ്ട് കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്, കണ്ടന്റ് റിച്ച് ആണ്. പക്ഷെ ഈ 3% നിങ്ങൾ എത്തണമെങ്കിൽ റിയൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. കുറച്ചുപേര് മതി. I am not focusing on quantity, only focus on quality. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ ഇപ്പൊ ലാസ്റ്റ് ബാച്ചില് ലൈഫ് കോച്ചിങ് സ്റ്റുഡൻസിന് പലരും ചോദിച്ചു മാമിനെക്കാളും ഒരുപാട് പിന്നെ അതായത് വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബുള്ള സ്റ്റുഡൻസ് മാമിനുണ്ട്, മാമിന് വ്യൂവേഴ്സ് കുറവാണ്. എനിക്കിപ്പോഴും സെയിം സാധനം തന്നെ ജയ പറഞ്ഞ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും മതി, കുറച്ചുപേരും മതി, but only quality people. Thank you so much. എനിക്കത് I could resonate what you said. എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സിലായി, അത് എത്രത്തോളം ബോധ്യപ്പെട്ടിട്ടാണ് സംസാരിച്ചത്. താങ്ക് യു. Any other questions or feedback? Good morning, ma'am. Good morning, സുജ. മാം ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് ഞാനിത് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം മാം പറഞ്ഞ മാതിരി ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്ക് ഈ ക്ലാസ്സിൽ കിട്ടി കേട്ടോ. താങ്ക് യു സോ മച്ച് മാം. അപ്പൊ നമ്മളും ഇതുപോലെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നതാണ് സക്സസ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നർ ബിലീഫ്. ഈവൻ നമ്മളുടെ കുട്ടികളോട് പറയുന്നത് യു ഷുഡ് വർക്ക് ഹാർഡ് ടു സ്കോർ മാർക്സ്, യു ഷുഡ് വർക്ക് ഹാർഡ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിയോടുകൂടി അവരോട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ക്ലൂ മാം ആക്ച്വലി തന്നു. ക്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് മാം തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഒരു 1 hour ഒരുപാട് കണ്ടന്റും ഇല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് മാം ഷെയർ ചെയ്തിരിക്കുന്നത്. ബാക്കി ക്ലാസ്സസിലൊക്കെ ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെ 2-3 പ്രാവശ്യം പറഞ്ഞു അവരിങ്ങനെ സ്ട്രെച്ച് ചെയ്യുള്ളൂ. അപ്പൊ മാമിന്റെ ക്ലാസ്സിൽ ഓഫ് കോഴ്സ് അതൊരു 1 hour ഇസ് എ വെരി വർത്തി ടൈം സ്പെൻഡിങ് വിത്ത് യു മാം. യെസ് മാം, ഇതിപ്പം നമ്മൾ എങ്ങനെയാണ് ഈ സൺഡേസിൽ എനിക്ക് റെഗുലർ ആയിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? യെസ്, കമ്മ്യൂണിറ്റിയുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. അത് ഞാൻ ആ ലിങ്ക് അയച്ചു തരാം. ഓക്കെ മാം. ഓക്കെ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. താങ്ക് യു സുജാ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്? അല്ല, എനിക്കൊരു കാര്യം, ഇപ്പൊ ഈ സുജ മാം പറഞ്ഞ കണക്ക് ഞാൻ എന്റെ മോനോട് എപ്പോഴും, മാമിന് എന്റെ മോന്റെ കാര്യങ്ങൾ അറിയാം, എന്റെ മോനോട് ഞാൻ എപ്പോഴും പറയാം, അവന് ഇനി 10th മോനെ, നീ ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടത്. മാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് 20% നിന്നാണ് ഫുൾ ക്വസ്റ്റ്യൻസ് അവർക്ക് കിട്ടുന്നതെന്ന്. അപ്പൊ ഞാനിത് എന്റെ മോനോട് പലതവണ പറയുമ്പോ എന്റെ ചുറ്റുമുള്ളവര് പറയും ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത്, 10th എന്ന് പറയുന്നത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, കുറെ ടൈം പഠിക്കണം എന്നുള്ളത്. അപ്പൊ എനിക്കത് പലപ്പോഴും ഈശ്വര ഇത് ഞാൻ എങ്ങനെ ഒന്ന് കൺവിൻസ് ചെയ്യും എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഐ ഗോട്ട് ആൻ ആൻസർ. ഈ ഒരു സെഷനിൽ നിന്ന് എന്നെ ബ്രെയിനെ, എന്റെ മൈൻഡിനെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് തന്നു. താങ്ക് യു സോ മച്ച് മാം.
താങ്ക് യു രാഖി. ഡോക്ടർ രാഖിയുടെ മകൻ നമ്മുടെ ലാസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസ് കോച്ചിങ്ങിന്റെ ആ ഒരു സാധനം രാഖി മകളിൽ അപ്ലൈ ചെയ്തു. അവൻ ഫുൾ മാർക്സ് വാങ്ങി, മെജോറിറ്റി സബ്ജക്റ്റിന് ഫുൾ മാർക്ക് വാങ്ങി എന്നുള്ളത് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സലന്റ് ജോബ്. കാരണം ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാമെങ്കിൽ, ആ മീനിങ് മനസ്സിലാക്കി പഠിപ്പിക്കാമെങ്കിൽ, അത് ഇമോഷൻസ് കൊടുത്ത് പഠിപ്പിക്കുക, ബെനിഫിറ്റ് ഓറിയന്റഡ്, അതിന് കിട്ടുന്ന എന്തിന് പഠിക്കണം എന്ന് കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രഷറും ഡിസിപ്ലിനും ഒന്നും വേണ്ട. എനിക്ക് അതാണ് ഒരു പറയാനുണ്ട് മാം. എനിക്ക് 3 കുട്ടികളാണ്. അതില് രണ്ടാമത്തെ ആളെന്ന് വെച്ചാൽ മാമിന്റെ ഒരു ഭയങ്കര ഫാനാണ്. അവൻ എന്റെ ക്ലാസ്സസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പം എന്നോട് അവൻ പറയും, അമ്മ ഹെഡ്ഫോൺ വെച്ച് കേൾക്കരുത്, അമ്മ ലൗഡ് സ്പീക്കറിൽ കേൾക്കണം. അത് കേൾക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്റെ 2 കുട്ടികൾക്കും. ഇവൻ എന്റെ മോള് പോലും, അവള് കുഞ്ഞു വാവയാണ്, 2 വയസ്സേ ഉള്ളൂ. അവള് വന്നിരുന്ന് ഇങ്ങനെ ഹായ് പറയും എപ്പോഴും മാമിന്റെ ക്ലാസ്സിൽ. അത് റെക്കോർഡഡ് ആയാലും ലൈവ് സെഷൻസിലായാലും. ഇപ്പൊ എന്റെ ആള് അതുകൊണ്ട് ഇപ്പം അവൻ പഠിക്കുന്നതെന്ന് വെച്ചാല്, അവൻ മാം പറഞ്ഞിട്ടുണ്ട് ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് വേണം എന്തും ചെയ്യാൻ. സോ അവൻ എന്താ വെച്ചാൽ അവന്റെ റഫ് ബുക്കിൽ അവൻ എഴുതി വെക്കും, ഫ്രം 12 ഇന്നലത്തെ കാര്യമാണ് ഞാൻ പറയാം, ഫ്രം 12 to 12:30 ഐ ലേൺ ദിസ് മച്ച് പോർഷൻ എന്ന്. അപ്പൊ അങ്ങനെ അവൻ ചെയ്യുമ്പോൾ അവൻ പറയുന്നു, ഐ ക്യാൻ ഡു വെൽ. എനിക്ക് അവനെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. കൂടുതൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവൻ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുട്ടികളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് വെരി എഫക്റ്റീവ്. യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് രാഖി. വളരെ കേൾക്കുന്നുണ്ടോ? രേഷ്മയാണേ. രേഷ്മ പ്ലീസ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ ഞായറാഴ്ച ഇപ്പൊ മിറാക്കിൾ സൺഡേസ് ആണ്. കാരണം ഈ സെഷൻ നടക്കുന്ന സമയത്തിന് ഇൻ ബിറ്റ്വീൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ മിറാക്കിൾസ് നടക്കും. എന്നോട് ഏകദേശം ഞാൻ മാഡത്തിന്റെ ഒപ്പം ഏകദേശം 4 വർഷത്തോളമായി. അതെനിക്ക് ബ്ലെസ്സിങ് ആണ്. ഞാൻ എങ്ങനെ വന്ന ആളാണെന്ന് മാഡത്തിന് അറിയാം. ആൻഡ് എന്നോട് എല്ലാവരും ചോദിക്കും, ക്ലയൻസ് എങ്ങനെയുണ്ട്, എന്തൊക്കെയാ നടക്കുന്നത്. ഇതേപോലെ 3% ആളാണ് എനിക്കും വരുന്നത്. വരേണ്ടവർ വരും, എടുക്കേണ്ടവർ എടുത്താൽ മതി എന്നുള്ള മൈൻഡ് സെറ്റ് ആണ് എനിക്ക്. ഒരുപാട് വേണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ എയർപോർട്ടിലായിരുന്നു, എമിറേറ്റ്സിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞാൻ വൈൻഡ് ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ബ്രദേഴ്സ് ഉണ്ട്. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ക്ലാസ്സിൽ ഒറ്റ ഗേൾ ആണ്, 60 പേര് ബോയ്സ് ആണ് എഞ്ചിനീയറിംഗ് ഡെസ്കിൽ. അപ്പോ ആ ടൈം ഞാൻ ഇത്രയും കാലം +2 വരെ പഠിച്ചത് ഗേൾസ് സ്കൂളിലുമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം അത് തന്നെ എനിക്ക് വെല്ലുവിളിയായിരുന്നു. എന്റെ വീട്ടുകാരെ തന്ന ഏറ്റവും വലിയ ഫസ്റ്റ് വെല്ലുവിളി. അപ്പൊ അതിനൊക്കെ ശേഷം അതിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇന്ന് ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ആയിക്കോട്ടെ, ബാക്കിൽ നിൽക്കുന്നത് ഏവിയേഷൻ ഫീൽഡിൽ കറുത്ത ഒരാൾ വരാനായിട്ട് ഭയങ്കര ഇത് വേണം, ഇല്ലാതെ വരാൻ പറ്റത്തില്ല. ഗ്രൗണ്ട് സ്റ്റാഫിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു, ജിബിൻ എന്നാണ് അവന്റെ പേര്. അപ്പൊ അവ എപ്പോഴും ഡീമോട്ടിവേറ്റ് ആയിട്ട് ബാക്കിലോട്ട് പോയി നിൽക്കും. എല്ലാം എമിറേറ്റ്സിലൊന്നും അവന് എൻട്രൻസേ ഇല്ല, അവന് കുവൈറ്റ് എയർവേസ് ആണ് എപ്പോഴും. അപ്പൊ അവ എപ്പോഴും വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ അവന്റെ അടുത്ത് പോയി പറയും, ഇല്ലടാ, നീ സക്സസ് ആവുന്ന പോലെ വേറെ ആരും സക്സസ് ആവത്തില്ല എന്ന് പറയും. അപ്പൊ അവ എപ്പോഴും പറയും, ചേച്ചി അല്ലാതെ ഇത് ആരും എന്നോട് പറയില്ല എന്ന് പറയും. അപ്പൊ ഞാൻ ലൈഫ് കോച്ച് ആയിട്ട് ആദ്യം എന്റെ സെഷൻ എടുക്കുന്നത് അവനാ. അപ്പൊ മാം യൂസഫ് അലി സാറിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്തത് ഞാൻ എപ്പോഴും സെഷൻ കൊടുക്കുന്ന സമയത്ത് അവനോട് പറയും. കുറച്ചു മുന്നേ അവൻ യൂസഫ് അലി സാറിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എനിക്ക് അയച്ചു. ഞാൻ മാഡത്തിന് അയച്ചിട്ടുണ്ട്, ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആൻഡ് അവ എന്നോട് പറഞ്ഞു, അവൻ ഇപ്പോ പുറത്ത് സെറ്റിൽഡ് ആണ്, എത്തിഹാദിൽ കയറി. അപ്പൊ അവൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് നന്ദി വേറെ എന്റെ അമ്മയോട് അച്ഛനോട് ആരോടും പറയാനില്ല. ഞാൻ പെങ്ങളായിട്ടില്ലെന്നേ ഉള്ളൂ. കാരണം കോച്ചിങ് സൈഡിൽ ആദ്യം വന്നപ്പോഴത്തേക്കും ഫീ പേയ്മെന്റ് വാങ്ങാതെ ഞാൻ അവനെ എടുത്തേ. പിന്നെ അവൻ എന്റെ ഡയറക്റ്റ് മെന്ററിങ് പോലെ എടുത്തു. എന്റെ അനിയൻ എങ്ങനെയാണോ അതുപോലെ തന്നെയായി മാറി. ഞാൻ അവനോട് ഫീ ചോദിക്കില്ല, പക്ഷെ എല്ലാ മന്തും അവൻ സാലറി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് പേയ്മെന്റ് ടു മൈ ഗുരു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇടുന്നത്. അപ്പൊ ഇന്നിപ്പോ അവ ഫോട്ടോ അയച്ചപ്പോ എനിക്ക് ശരിക്കും അവനെ കഴിഞ്ഞ ഞായറാഴ്ച ഒരു മിറാക്കിൾ നടന്നു. അത് ഈ ടൈമിന് ഇടുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നു. ഞാൻ മാഡത്തിന് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഈവൻ. ആൻഡ് ഇത് എനിക്ക് ഈ നമ്മളെ വീട്ടിൽ അമ്മയെ എപ്പോഴും പൊക്കി പറയുന്ന ഇങ്ങനെ ഫീൽ ചെയ്യും. എനിക്കിപ്പോ എന്റെ അമ്മ എന്നുള്ള ഒരു കണക്ഷനാണ്. അപ്പോ ഇത് മാഡത്തിന്റെ ആണ്. ഒരുപാട് ഐഡന്റിറ്റി ഷിഫ്റ്റ് നടന്ന ഒരാളാണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാളോട് നോ പറയത്തില്ല. ജസ്റ്റ് ഒന്നും എന്ത് കേട്ടാലും കരയുന്ന ഒരു മൈൻഡ് സെറ്റിൽ നിന്ന ഒരു വ്യക്തിയിൽ നിന്ന് എന്റെ ട്രാൻസ്ഫോർമേഷൻ ബിജു സാറിനോട് ചോദിച്ചാൽ അറിയാം. ഇപ്പൊ ബിജു സാർ എന്നെ രേഷ്മ മാം എന്നാണ് വിളിക്കുന്നത്. സോ ഇൻഫാക്ട് എന്റെ എല്ലാ ഗ്രോത്തിലും എന്റെ അമ്മയ്ക്ക് തുല്യമെന്ന് ഞാൻ അവകാശപ്പെടുന്നു. എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ ആ ഫോട്ടോ കണ്ടിട്ട് ലിറ്ററലി എനിക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ മാമിന് ഇട്ടതും. ആൻഡ് ആ പയ്യന്റെയൊക്കെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് വെമ്പായം, ഇവിടുത്തെ ഒരു ട്രിവാൻഡ്രത്ത് വെമ്പായം പോലൊരു സ്ഥലത്ത് അമ്മ മറ്റേ നമ്മുടെ തൊഴിലുറപ്പിന് പോകുന്ന ഒരു അമ്മയാണ്. ആ അമ്മയുടെ മകൻ ഇത്ര ഹൈറ്റിൽ പോകുന്നെങ്കിൽ അത് ദൈവം സത്യം, യൂണിവേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്.
അപ്പൊ എനിക്കത് ആക്ച്വലി അതുകൊണ്ടാണ് ഫോട്ടോ അയച്ചു തന്നത്. ഈ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത്. എനിക്ക് താങ്ക് യു സോ മച്ച്. ഈ ബ്ലെസ്സിങ്സും ഈ പ്രേയേഴ്സും ഒക്കെ മാമിന് സ്വന്തമാണ്. വൺലി ഐ ആം എ സെർവന്റ് ഫോർ യു, അത് മാത്രമേ എനിക്കുള്ളൂ എന്റെ ലൈഫ് ലോങ്. താങ്ക് യു സോ മച്ച്. യു ആർ മൈ പില്ലർ. താങ്ക് യു സോ മച്ച്. യു ആർ മൈ സ്ട്രെങ്ത്. താങ്ക് യു. ഞാൻ ആ ഫോട്ടോ കൊണ്ട് സൂപ്പർ സക്സസ് സ്റ്റോറിയാണ്. സൂപ്പർ സക്സസ് സ്റ്റോറി. യുനോ ഇങ്ങനത്തെ ഈ എവറി സൺഡേ ഇങ്ങനത്തെ മിറാക്കിൾ നമ്മുടെ ലൈഫ്, നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ലൈഫിലേക്ക് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഓൾ ദ വെരി ഗുഡ്. ആൻഡ് ഈ വീക്കെൻഡ് എല്ലാവരും അടിച്ചു പൊളിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്. നമ്മൾ പറഞ്ഞ ജോയ്, ക്യൂരിയോസിറ്റി, കാം, ഇതിൽ ഏതെങ്കിലും ഒരു ആളെ കൈ പിടിക്കുക. എലിവേറ്റഡ് ഇമോഷൻ. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിൽ ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീത്തിങ് മറക്കാതെ ചെയ്യുക. സോ ദാറ്റ് യുവർ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് വീക്കിൽ വേറൊരു പവർഫുൾ സബ്ജക്റ്റുമായിട്ട് ഉബണ്ടുവിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. ടേക്ക് കെയർ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. ma'am. Thank you so much, ma'am.